ഗണപതയേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ദേവീ മഹാത്മ്യത്തിലെ ഉത്തമ ചരിതമാണ്. ഉത്തമ ചരിതത്തിലെ 5-ാം അധ്യായമായിട്ടുള്ള ദേവീഭൂത സംവാദമാണ് പറയാനുള്ളത്. അപ്പോ ഉത്തമചരിതം 5-ാം അധ്യായത്തിലെ ഈ ദേവീ ദൂത സംവാദം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകം, ചരിതമാണ്, ഭാഗമാണ് ദേവീ മഹാത്മ്യത്തിലെ ഈ ഉത്തമ ചരിതം എന്ന് പറയുന്നത്, ഉത്തമ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് വായിക്കാം. ഋഷിരുവാച പുരാ ശംഭു പുരാ ശുംഭ നിശുംഭാഭ്യാമസുരഭ്യാം ശചീപദേഹ ത്രൈലോക്യം യജ്ഞഭാഗാഞ്ച ഹൃത്വാ മദബലാശ്രയാൽ. പണ്ട് ശുംഭനിശുംഭന്മാരെന്ന അസുരന്മാർ വരം കൊണ്ടുള്ള അഹങ്കാരവും ബലവും നിമിത്തം ഇന്ദ്രനെ സംബന്ധിച്ച 3 ലോകങ്ങളും യാഗഭാഗങ്ങളും അപഹരിച്ചു. പുരാ ശുംഭ നിശുംഭാഗ്യ വസുരൗ ഘോരദർശനൗ അപ്രാപ്ത യൗവാനാവേവാ ചേരതുസ്തഭ ഉത്തമം വർഷാണാമായുധം ദിവ്യം രാജൻ വിസ്മാപനപ്രദം നിരാഹാരോ യദാത്മാനൗ പുഷ്കരേ ലോകപാവനേ തതഃ പ്രസന്നോ ഭഗവാൻ ബ്രഹ്മാ ലോകപിതാമഹഃ മനോവിലക്ഷിതാൻ കാമാൻ തയോ പ്രപാദനുത്തമാൻ. കശ്യപസ്യാധനുർമാഫ്യാര്യാ സിദ്ധിജ സത്തമാഹ തസ്യാഹ പുത്രത്രയം ജജ്ജേ സഹസ്രാക്ഷാബലാധികം ജ്യേഷ്ഠഃ ശുംഭ ഇതി ഖ്യാതോ നിശുംഭാ ച പരോസുരഃ തൃതീയോ നമുചിർനാമ മഹാബല പരാക്രമഃ. പണ്ട് ശുംഭനിശുംഭന്മാരെന്ന് പറഞ്ഞ അതിക്രൂരന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള 2 അസുരന്മാരുണ്ടായിരുന്നു. ഈ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വരം കൊണ്ടുള്ള അഹങ്കാരം നിമിത്തം, ആ ബലവും അഹങ്കാരവും നിമിത്തം അവർ എന്ത് ചെയ്യുകയാണ്? ഇന്ദ്രനെ സംബന്ധിച്ച 3 ലോകങ്ങളും യാഗഭാഗങ്ങളും അപഹരിച്ചു. അതായത് ഇന്ദ്രദേവന്റെ ദേവലോകവും അതുപോലുള്ള ലോകങ്ങളും എല്ലാം ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് അപഹരിക്കുകയാണ്. അല്ലയോ രാജാവേ, പൂർവികൽപ്പത്തിൽ ശുംഭനിശുംഭന്മാരെന്ന 2 അസുരന്മാർ ഗർവത്തോടു കൂടിയ ബലം നിമിത്തം ദേവാന്ത്രാദി ദീനത്തിൽ നിന്ന് പാതാളം, ഭൂമി, സ്വർഗം ഈ 3 ലോകങ്ങളെയും അപഹരിച്ച് യാഗങ്ങളെ മുടക്കിയിട്ട് ഇന്ദ്രനുള്ള യാഗഭാഗങ്ങളെയും ഇല്ലാതാക്കി തീർത്തിരിക്കുന്നു. ദുഷ്ടദൈത്യന്മാരുടെയും ശുംഭനിശുംഭന്മാരുടെയും വധത്തിനായിക്കൊണ്ട് ഞാൻ ഗൗരീദേഹത്തിൽ നിന്ന് കൗശികി നാമത്തോടു കൂടി ഉത്ഭവിക്കും. അപ്പോൾ എന്റെ ശക്തികളും ദേവന്മാരുടെ ദേഹങ്ങളിൽ നിന്ന് അവരവരുടെ രൂപങ്ങളോടുകൂടി എനിക്ക് സഹായിക്കുന്നതിനായി ഉണ്ടാകും. ഞാൻ അവരോടുകൂടി അനേകം ദൈത്യന്മാരെയും നിശുംഭനെയും നിഗ്രഹിച്ചിട്ട് അവരെ എല്ലാം എന്നിൽ തന്നെ ലയിപ്പിച്ചിട്ട് ശുംഭനെയും നിഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുകയാണ്, ഈ ദുഷ്ടദൈത്യന്മാരുടെ വധത്തിന് വേണ്ടിയിട്ട്, ഈ ദുഷ്ടന്മാരായിട്ടുള്ള ശുംഭനിശുംഭാദികളുടെ വധത്തിന് വേണ്ടിയിട്ട് ഗൗരി ദേഹത്തിൽ നിന്ന് കൗശികി നാമത്തോടു കൂടി ഉത്ഭവിക്കും. അതായത് ഗൗരിയുടെ ദേഹത്തിൽ നിന്ന് ഭദ്രകാളിയുടെ രൂപത്തില്, ആ ഭദ്രകാളിയായിട്ട്, ആ കൗശികയായിട്ട് ദേവി ഉത്ഭവിക്കും. എന്നിട്ട് എന്തു ചെയ്യും? തന്റെ ശക്തികളെ ദേവന്മാരുടെ ദേഹങ്ങളിൽ നിന്ന് അവരവരുടെ രൂപങ്ങളോടുകൂടി എനിക്ക് സഹായിക്കുന്നതിനായി ഉണ്ടാകും. എന്നിട്ട് ദേവന്മാരുടെ രൂപത്തിൽ നിന്നും തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടായിട്ട് ദേവിയുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവി ശക്തി കൊടുത്ത് ദേവന്മാരുടെ ശക്തിയുള്ളതുമായ ആ ദേവിമാർ ദേവിയും ചേർന്ന് പരിവാരങ്ങളും ചേർന്ന് ദേവന്മാരുടെ സഹായത്തോടു കൂടിയും ദേവി ആ ദുഷ്ടന്മാരായ ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതായിരിക്കും. നമോ ദേവ്യാധികം ദേവി സൂക്തം സർവഫലപ്രദം നാരായണീ സുധിർനാമ സൂക്തം പരമശോഭനം.
അപ്പോൾ ഈ ദേവീസ്തുതി എന്ന് പറയുന്നത് വളരെ ശോഭനമായിട്ടുള്ളതാണ്. ഈ സ്തോത്രങ്ങളെ കൊണ്ട് ദേവിയെ സ്തുതിച്ചാൽ സകല ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതാകുന്നു. ഈ സ്തോത്രങ്ങളെ കൊണ്ട് തന്നെയാകുന്നു വൈശ്യസുരതന്മാർ സിദ്ധിയെ പ്രാപിച്ചത്. അപ്പോൾ ഈ സ്തോത്ര സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈ സ്തോത്രം സ്തുതിക്കുന്നത് കൊണ്ട് തന്നെയാണ് വൈശ്യസുരതന്മാർ വലിയ വലിയ സിദ്ധിയൊക്കെ പ്രാപിച്ചത്. ഋഷിരുവാച സ്വാഹ പുരാ ശുംഭാബലാശ്രയാൽ സ്വാഹ തവേവ സൂര്യതാം തദ്വദധികാരം തദൈദന്തവം കൗബേരമദയാമ്യഞ്ചാ ചക്രാദേ വരുണസ്യ ച. ആ ശുംഭനിശുംഭന്മാർ തന്നെ സൂര്യനുള്ള അധികാരത്തെയും അതുപോലെ ചന്ദ്രന്റെയും വൈശ്രവണന്റെയും അന്തകന്റെയും വരുണന്റെയും അധികാരങ്ങളെയും നടത്തുന്നു. എന്നിട്ട് ഈ ദുഷ്ടന്മാരായ ശുംഭനിശുംഭന്മാർ എന്ത് ചെയ്യുകയാണ്? സൂര്യന്റെ അധികാരത്തെയും അതുപോലെ തന്നെ ചന്ദ്രന്റെയും വൈശ്രവണന്റെയും അന്തകന്റെയും വരുണന്റെയും ഒക്കെ ആ അധികാരങ്ങളെ ഈ ദുഷ്ടന്മാരായ ശുംഭനിശുംഭന്മാർ തന്നെ നടത്തുകയാണ്. ശുംഭനിശുംഭന്മാർ കാമരൂപികളാകൊണ്ട് സൂര്യരൂപത്തെ പ്രാപിച്ചിട്ട് സൂര്യാധികാരത്തെ നടത്തി. അവർ തന്നെ ചന്ദ്രനെ സംബന്ധിച്ച ആധിപത്യത്തെയും അതുപോലെ തന്നെ വൈശ്രവണനെ സംബന്ധിച്ച ആധികാരത്തെയും യമാധികാരത്തെയും വരുണാധികാരത്തെയും നടത്തി. സൂര്യചന്ദ്ര കുബേര യമ വരുണാദികളെ ആ 2 അസുരന്മാരും അപഹരിച്ചു നടത്തി എന്ന് താല്പര്യം. അതായത് സകല ദേവന്മാരുടെയും ആ ഒരു സ്ഥാനം തട്ടിയെടുത്തിട്ട് ആ സ്ഥാനത്ത് ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹവും അങ്ങനെ തന്നെയാണല്ലേ. ഇപ്പോൾ നമ്മുടെ സമൂഹം ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരായിട്ടുള്ള കുറെ ആൾക്കാരാണ്. അതില് നല്ലവരെ എല്ലാം ചവിട്ടി താഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് നല്ലവരെ എല്ലാം അവരുടെ സ്ഥാനമാനങ്ങളെല്ലാം പിടിച്ചടക്കിയിട്ട് അവരെ എല്ലാം ചവിട്ടി താഴ്ത്തിയിട്ട് ഇപ്പോൾ ദുഷ്ടന്മാരാണ് ഈ ഭൂമി എന്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ദേവന്മാരെ പാവങ്ങളായ ദേവന്മാരെ എല്ലാം ചവിട്ടി തേച്ചിട്ട് അവരുടെ അധികാരങ്ങളെ എല്ലാം എടുത്തിട്ട് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരാണ് ഇപ്പോൾ ഈ സ്വർഗലോകവും മറ്റുള്ള ലോകങ്ങളും എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. താവേവ പവർനർദീം ച ചക്രതുർവഗ്നി കർമ്മ ച തദോ ദേവാ വിനിർധൂതാ ഭ്രഷ്ടരാജ്യാഹ പരാജിതാഹ. ആ ശുംഭനിശുംഭന്മാർ തന്നെ വായുവിന്റെ അധികാരത്തെയും അഗ്നികാര്യങ്ങളെയും നടത്തി. അനന്തരം ദേവന്മാർ അവരാൽ മടക്കപ്പെട്ടവരായി രാജ്യം പോയവരായിട്ട് സ്വർഗലോകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു. അങ്ങനെ ആ ശുംഭനിശുംഭന്മാർ തന്നെ വായുവിന്റെ അധികാരത്തെയും കാര്യങ്ങളെയും നടത്തി. അനന്തരം ദേവന്മാർ അവരാൽ മടക്കപ്പെട്ടവരായി രാജ്യം പോയവരായിട്ട് സ്വർഗലോകത്തിൽ നിന്ന് ദൂരീകരിച്ചു. ഈ ശ്ലോകത്തിൽ വായുവിനെയും അഗ്നിയെയും കൂടി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ദിക്പാലകന്മാരിൽ 6 പേരുടെ അധികാരാപഹരണമായി. ദൈത്യന്മാരും രാക്ഷസന്മാരും ഒരു ജാതിയാകൊണ്ട് നൃതിയുടെ അധികാരത്തെയും വരദാനം നിമിത്തം ഈശാധികാരത്തെയും അവർ അപഹരിച്ചില്ല. അപ്പോ നൃതിയുടെ അധികാരത്തെയും പിന്നെ വരദാന നിമിത്തം ഈശാധികാരത്തെയും മാത്രം അവർ അപഹരിച്ചില്ല. ബാക്കിയുള്ള അധികാരങ്ങളെല്ലാം അവര് എടുക്കുകയാണ്. ഹൃദാധികാരസ്ത്രിദശാസ്താഭ്യാം സർവേ നിരാകൃതാഃ മഹാവസുരാഹ്യതാം ദേവീം സംസ്മരന്ത്യാ പരാജിതം. ആ മഹാസുരനാൽ അധികാരങ്ങൾ അപഹരിക്കപ്പെട്ട് നിരാകരിക്കപ്പെട്ട സകല ദേവന്മാരും ആരാലും ജയിക്കപ്പെടുവാൻ പാടില്ലാത്ത ആ ദേവിയെ നല്ലവണ്ണം സ്മരിച്ചു. അങ്ങനെ ദേവീനെ അവര് ഈ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ ദേവന്മാര് ആ ദേവിയെ ആദിപരാശക്തിയായ ആ ദേവിയെ തന്നെ ഭജിക്കുകയാണ്. തേഷു തേഷ്വദിശ്യേഷു ലോകേഷു ച മഹീപതേ സ്വാഭൃത്യാ പ്രതിദാ ദൈത്യാ അധികാരേ നിയോജിതഃ തദോ ദേവാ സഹേന്ദ്രേണ വിഭ്രാണാമാനുഷീം തനും വിജേരുരാവനൗ രാജമന്മുജൈഃ സംഗതാഃ കൃശാം. ഏവം നിവാസതാം തത്ര ദേവാനാമനിതൗജസാം ഗദാമാസീൻ മഹാരാജാ ചാതുരിംശച്ചതുർയുഗം. തദോ ദേവാഃ സഹേന്ദ്രേണ ബ്രഹ്മണാ ച സമേത്യ വൈ ദുർഗാം ഭഗവതി ഭക്ത്യാം സംസ്മരന്തോ പരാജിതം. അല്ലയോ സുരത മഹാരാജാവേ, ഓടിപ്പോയ ദേവകളുടെ ലോകങ്ങളിലും ഭവനങ്ങളിലും ആ ദേവന്മാർക്കുള്ള അധികാരത്തോടു കൂടി
പ്രസിദ്ധമായി സ്വഹൃദന്മാരായിരിക്കുന്ന അസുരന്മാരെ ആ ശുംഭ നിശുംഭന്മാർ സ്ഥാപിച്ചു. ഇന്ദ്രനും ദേവകളും മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരോടുകൂടി ഭൂമിയിൽ കൃശന്മാരായി സഞ്ചരിച്ചു. മഹാപ്രഭാവത്തോടു കൂടിയ ദേവന്മാർക്ക് ഈ വിധത്തിൽ 40 ചതുർയുഗം കഴിഞ്ഞു. അതിന്റെ ശേഷം ദേവകളും ഇന്ദ്രനും ബ്രഹ്മാവും ഹിമവാനെ പ്രാപിച്ചിട്ട് ഭക്തിയോടുകൂടി അപരാജിതയായി ദുർഗയായിരിക്കുന്ന ഭഗവതിയെ സ്മരിച്ചു. അങ്ങനെ ഈ ദുഷ്ടന്മാരുടെ ക്രൂരതകൾ കൊണ്ട് ദേവന്മാർക്ക് തങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ദേവന്മാരിരിക്കേണ്ട ആ സ്ഥാനങ്ങളിലെല്ലാം ഓരോ ദേവന്മാർക്കും അവരുടെ കർത്തവ്യങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ദേവന്മാരും ഇരിക്കേണ്ട ആ സ്ഥാനങ്ങളിൽ ഇപ്പോ അസുരന്മാരാണ് ഇരുന്ന് ഭരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ദേവന്മാരെല്ലാം എവിടേക്ക്? ഭൂമിയിൽ, സാധാരണ ഭൂമിയിൽ വന്നിട്ട് ദേവലോകത്ത് വസിച്ചിരുന്ന ആ ദേവന്മാരെല്ലാം അവിടെ നിന്നും സ്ഥാനം വിട്ടിട്ട് ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? വളരെ ദുഃഖിച്ച് വിഷമിച്ച് വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിച്ച് കഴിയുകയാണ്. അങ്ങനെ ഈ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഭഗവതിയെ ഭജിക്കുകയാണ്. ദുർഗാദേവിയെ, ആ ദേവീ സ്വരൂപത്തിലിരിക്കുന്ന ആ ദുർഗാ ഭഗവതിയെ ഇവരെല്ലാവരും, ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഭജിക്കുകയാണ്. ഹൃദാധികാരാ പരാജിതാം സ്വാഹ തയാസ്മാകം വരോ ദത്തോ യഥാ ഭവസ്തു സ്മൃതാവകില ഭവതാം നാശയിഷ്യാമി തൽക്ഷണാൽ പരമാപദഃ ഇതി കൃത്വാ മതിം ദേവ ഹിമവന്തം നഗേശ്വരം ജന്മുസ്തത്ര തതോ ദേവീം വിഷ്ണുമായാം പ്രതിഷ്ഠുവൂഹാം. ആപത്തുകളിൽ എന്നെ സ്മരിച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ എല്ലാ വലിയ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ആ ദേവി ഞങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ദേവന്മാർ പർവ്വതശ്രേഷ്ഠനായ ഹിമവാനെ പ്രാപിച്ചിട്ട് വിഷ്ണുമായയായ ദേവിയെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. അപ്പോ ദേവി പറയുകയാണ്, ആപത്തുകളിൽ നിങ്ങൾ എന്നെ സ്മരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ആപത്തുകളെ എല്ലാം നശിപ്പിക്കുന്നതാണ് എന്ന് ആ ദേവി ഞങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആപത്തുകളിൽ രക്ഷിക്കുമെന്നുള്ള ഒരു വരം ദേവി ദേവന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവന്മാർ എന്ത് ചെയ്യുകയാണ്? പർവ്വതശ്രേഷ്ഠനായ ഹിമവാനെ പ്രാപിച്ചിട്ട് വിഷ്ണുമായയായ ആ ദേവിയെ ഭക്തിയോടുകൂടി സ്തുതിച്ചു. അപ്പോൾ വിഷ്ണുമായ ദേവിയെ, അങ്ങനെയുള്ള വിഷ്ണുമായ സ്വരൂപിണിയായ ആ ദേവിയെ ദേവന്മാര് ഭജിക്കുകയാണ്. പാർവതി ദേവി ഉത്ഭവിച്ച സ്ഥാനമാകൊണ്ടാണ് ദേവന്മാർ ഹിമവാനെ പ്രാപിച്ചത്. അവിടെ ശുംഭനിശുംഭ നാശിനിയായ ദേവി മഹാസരസ്വതിയാണെങ്കിലും തദഭിന്നയായി വിഷ്ണുമായ ദേവിയാണെന്ന് സ്തുതിക്കുന്നത്. അതായത് പർവ്വതരാജനായ ഹിമവാനെ പ്രാപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമവാന്റെ പുത്രിയാണ് ഹൈമവതിയായ പാർവതി ദേവി. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവന്മാരെല്ലാം ആദ്യമേ ഹിമവാന്റെ അടുത്ത് പോവുകയും അവിടെ നിന്ന് വിഷ്ണുമായ ദേവിയായ പാർവതി ദേവിയെ ആ വിഷ്ണുമായ ദേവിയെ, പാർവതി ദേവിയിൽ നിന്ന് ഉത്ഭവിച്ച ആ വിഷ്ണുമായ ദേവിയെ ഭജിച്ചത്. ദേവ ഓജൗ നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ നമഃ പ്രകൃതൈ ഭദ്രായൈ നിയതാഹ പ്രണതാസ്മദാം. പ്രകാശ സ്വരൂപിണിയായി മഹാദേവ പത്നിയായി മംഗളകാരണിയായി ഇരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് നമസ്കാരം. സത്വരജസ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥാരൂപിണിയായി ജഗൽ കാരണിയായിരിക്കുന്ന സർവമംഗളയ്ക്കായിക്കൊണ്ട് നമസ്കാരം. പ്രസിദ്ധയായി അസ്മദ്വരദയായി ഇരിക്കുന്ന ആ അംബികയെ ഞങ്ങൾ മനസ്സടക്കി സ്മരിക്കുന്നു. പ്രകാശ സ്വരൂപിണിയായി ബ്രഹ്മാദികളെയും സൃഷ്ട്യാദി വ്യവഹാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവളായി കല്യാണകാരണിയായി മൂലപ്രകൃതിയായി സൃഷ്ടിശക്തിയായി അഖില പ്രാണിഗണങ്ങളെയും രക്ഷിക്കുന്ന സ്ഥിതിശക്തിയായിരിക്കുന്ന ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് ഞങ്ങൾ മനസ്സിരുത്തി സ്മരിക്കുന്നു. ജയശീലയായിക്കൊണ്ട് നമസ്കാരം. മഹാദേവ പത്നിയായി മംഗളകാരണിയായിരിക്കുന്ന ഭവാനിക്കായിക്കൊണ്ട് സദാ നമസ്കാരം. അപ്പോ ദേവി എന്ന് പറയുന്നത് മഹാദേവ പത്നിയാണ്. അതുപോലെ തന്നെ സകല മംഗളങ്ങളെയും ചെയ്യുന്നതാണ്. സർവമംഗള മാംഗല്യേ, സകല മംഗളങ്ങളെയും ചെയ്യുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ ദേവിയെ അവർ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്കും ആ ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. പ്രകൃതിഃ പാർവതി സാക്ഷാൽ പ്രത്യയസ്തു മഹേശ്വരഃ അർദ്ധനാരീശ്വരഃ ശബ്ദഃ കാമദുഗ്ഗഃ പ്രസീദതു. ദേവ്യാ ഊജൗ സ്വാഹ നമോ ദേവ്യൈ പ്രണതാഃ സ്മതാം സ്വാഹ. രൗദ്രായൈ നമോ നിത്യായൈ ഗൗരൈ ദാത്രൈ നമോ നമഃ
ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്യൈ സുഗായൈ സതതം നമഃ. രുദ്രനെ പോലെ ഉഗ്രമായ രൂപത്തോടു കൂടിയവളായി കാലത്രയത്തിലും ഉള്ളവളായി ജഗൽ പോഷിണിയായി ഇരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. പ്രകാശകാരിണിയായി ചന്ദ്രസ്വരൂപിണിയായി ഇരിക്കുന്ന പരമാനന്ദ രൂപയ്ക്കായിക്കൊണ്ടും സദാ നമസ്കാരം. രൗദ്രായൈ സതതം നമഃ സ്വാഹ. കല്യാണേ പ്രണതാവൃന്ദേ സിദ്ധേ കൂർമേ നമോ നമഃ. നൈഋത്യേ ഭൂവൃതാം ലക്ഷ്മ്യൈ ശർവാണേ തേ നമോ നമഃ. മംഗളത്തെ ചെയ്യുന്നവളായി നമസ്കരിക്കുന്നവർക്ക് സമൃദ്ധ രൂപിണിയായി അണിമാതി രൂപയായി ഭൂഭാരത്തെ ഉത്കൃഷ്ടേന ധരിക്കുന്നതിന് സാമർഥ്യമുള്ള കൂർമ്മശക്തിയായി അസുരശക്തിയായി രാജലക്ഷ്മിയായി ശിവപത്നിയായി ഇരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. അപ്പോ അങ്ങനെ മംഗളത്തെ ചെയ്യുന്നവളായി നമസ്കരിക്കുന്നവർക്ക് സമൃദ്ധി രൂപിണിയായി അതുപോലെ അണിമാതി രൂപയായി ഭൂഭാരത്തെ ഉത്കൃഷ്ടേന ധരിക്കുന്നതിന് സാമർഥ്യമുള്ള കൂർമ്മശക്തി സ്വരൂപിണിയായി അസുരശക്തിയായി രാജലക്ഷ്മിയായിട്ടിരിക്കുന്ന ശിവപത്നിക്കായിക്കൊണ്ട് നമസ്കാരം പറയുകയാണ്. അങ്ങനെ ആ ദേവിയെ ഭജിക്കുകയാണ്. കല്യാണേ നമോ നമഃ സ്വാഹ. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാതേ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമഃ. ദുർഗയായി സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നവളായി ബലവതിയായി സകല വസ്തുക്കളെയും നിർമ്മിച്ചവളായി കീർത്തി സ്വരൂപിണിയായി അപ്രകാരം കൃഷ്ണവർണയായി ധൂമ്രവർണയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് സദാ നമസ്കാരം. അപ്പൊ ദുർഗയായിട്ട് സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്ന മോക്ഷപ്രദായിനിയായിട്ട് ബലവതിയായിട്ട് അതായത് ശക്തി സ്വരൂപിണിയായിട്ട് സകല വസ്തുക്കളെയും പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവളായിട്ട് കീർത്തി സ്വരൂപിണിയായിട്ട് അപ്രകാരം കൃഷ്ണവർണ്ണത്തിലിരിക്കുന്ന ആ നീലവർണ്ണത്തിൽ ആ കൃഷ്ണവർണ്ണത്തിലിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് ധൂമ്രവർണ്ണയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് സദാ നമസ്കാരം പറയുകയാണ്. സദാ നമസ്കാരം. അല്ലോ സർവകാരണിയായ ദേവി ദുർഗയായി ദുർഗപരയായി സംസാരസാരയായി ശ്രേഷ്ഠയായി കീർത്തിരൂപിയായി കാളഗാത്രിയായി ധൂമ്രവർണ്ണയായി ഇരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും നമസ്കാരം. അതിസൗമ്യാതിരൗദ്രായൈ നദാസ്തസ്യൈ നമോ നമഃ. നമോ ജഗൽ പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമഃ. സൗമ്യങ്ങളെയും രൗദ്രങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവളായിരിക്കുന്ന ആ വിഷ്ണുമായയ്ക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. ചിച്ചക്ത രൂപേണ ജഗത്തിൽ പ്രതിഷ്ഠയോടുകൂടിയവളായി ദേവശക്തിയായി ക്രിയാത്മികയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സർവപ്രാണികളിലും വിഷ്ണുമായ എന്ന് ആഗമങ്ങളില്ലാതെ പറയപ്പെടുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അനേകം നമസ്കാരം. അപ്പോൾ യാതൊരു ദേവി ഏതൊരു ദേവിയാണോ സർവപ്രാണികളിലും വിഷ്ണുമായ ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അനേകം നമസ്കാരം. അവ്യക്തം വ്യക്തരൂപേണ രജസത്വതമോ ഗുണൈഃ വിജയാധ്യാർദ്ധം കുരുതേ വിഷ്ണുമായേതി സോച്യതേ. യാതൊരു ദേവി കാലത്രയാത്മികയായി സർവഭൂതങ്ങളിലും ഭൂതാത്മികയായി ആത്മാവിൽ ആത്മബുദ്ധിയെയും ആത്മാവിൽ അനാത്മബുദ്ധിയെയും ജനിപ്പിക്കുന്നവളായി മമതാധീനന്മാരായിരിക്കുന്ന ജനങ്ങളെ പ്രസവിച്ച സർവജനനിയായി മഹാഭഗവതിയായിരിക്കുന്ന വിഷ്ണുമായ എന്ന് പറയപ്പെടുന്നുവോ സാത്വിക രാജസ താമസങ്ങൾ നിമിത്തം 3 രൂപങ്ങളോട് കൂടിയ ആ ദേവിക്കായിട്ട് 3 നമസ്കാരം. അപ്പോ ഏതൊരു ദേവിയാണോ കാലത്രയാത്മികയായിട്ട് സർവഭൂതങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും ഭൂതാത്മികയായിട്ടും അതുപോലെ തന്നെ അനാത്മാവിൽ ആത്മബുദ്ധിയെയും ആത്മാവിൽ അനാത്മബുദ്ധിയെയും ജനിപ്പിക്കുന്നവളായി മതാധീനന്മാരായിരിക്കുന്ന ജനങ്ങളെ പ്രസവിച്ച എല്ലാ ജനങ്ങളെയും പ്രസവിച്ച സർവജനനിയായി
മഹാഭഗവതിയായിട്ടിരിക്കുന്ന വിഷ്ണുമായ എന്ന് പറയപ്പെടുന്നുവോ? സത്വ രജസ് തമോ ഗുണങ്ങൾ നിമിത്തം 3 രൂപങ്ങളോട് കൂടിയിട്ടുള്ള ആ ദേവിക്കായിട്ട് 3 പ്രാവശ്യം സത്വ രജസ് തമോ ഗുണങ്ങളായിട്ടുള്ള 3 ഇതായിട്ടുള്ള ആ ദേവിക്ക് 3 നമസ്കാരങ്ങൾ പറയുകയാണ്. യാ ദേവി സർവഭൂതേഷു ചേതനത്യേ വിധീയതേ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സർവപ്രാണികളും ജീവനാടി എന്ന് പറയപ്പെടുന്നു, ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ജീവികളുടെയും ജീവനാടി എന്ന് പറയുന്നത് ദേവിയാണ്. അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സർവപ്രാണികളിലും അന്ധകരണ രൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സർവപ്രാണികളിലും നിദ്രാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സ്വാഹ യാ ദേവി സർവഭൂതേഷു ശുദ്ധാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ശുദ്ധാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സ്വാഹ യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ഛായാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ശക്തിരൂപിയായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും തൃഷ്ണാരൂപിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ശാന്തി രൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളും ജാതിരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ലജ്ജാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ശാന്തി രൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ശ്രദ്ധാസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും കാന്തി സ്വരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ലക്ഷ്മി സ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അനേകം നമസ്കാരം.
യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും വൃത്തിരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും സ്മൃതിരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ദയാസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളും തുഷ്ടിരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും മാതൃസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവി സകല പ്രാണികളിലും ഭ്രാന്തി രൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇന്ദ്രിയാണാമധിഷ്ഠാത്രീ ഭൂതാനാമഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തൈ ദേവേ നമോ നമഃ. യാതൊരു ശക്തി സകല പ്രാണികളിലും കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും മനസ്സിനും പഞ്ചഭൂതങ്ങൾക്കും പ്രവൃത്തി നിവൃത്തി കാരണയായും വ്യാപികാരൂപിണിയായും ഇരിക്കുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് എല്ലായ്പ്പോഴും അനേകം നമസ്കാരം. അപ്പോൾ അശേഷ പ്രാണികളിലും കർമ്മജ്ഞാനാത്മങ്ങളായ ഏകദേശ ഇന്ദ്രിയങ്ങളും പൃഥ്വിവ്യാധി പഞ്ചഭൂതങ്ങൾക്കും പ്രവൃത്തി കാരണയായി വ്യാപികയായിരിക്കുന്ന ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് ദേവി തന്നെ വിചാരിക്കണം, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയാണ്. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഇതെല്ലാം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും ആ ദേവിയാണ്. ആ ദേവി തന്നെ വിചാരിക്കണം നമ്മ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത്, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോവേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം ചെയ്യുന്നത് ആ ദേവിയാണ്. നമുക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ ദേവി നമ്മുടെ ഉള്ളിൽ ആ ശക്തി സ്വരൂപിണിയായിട്ടിരുന്നിട്ട് നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ആ ദേവി തന്നെയാണ്. അങ്ങനെയുള്ള ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിക്ക് ദേവി ശക്തിക്കായിട്ട് അങ്ങനെ വ്യാപികയായിരിക്കുന്ന ആ ശക്തി സ്വരൂപിണി ദേവിക്കായിട്ട് അനേകായിരം നമസ്കാരം. ചിതിരൂപേണ യാ കൃഷ്ണമേതദ്വാഭ്യാസിതാ ജഗൽ നമസ്തസ്യൈ നമോ നമഃ. യാതൊരു ദേവി ജീവചൈതന്യ രൂപിണിയായി ഈ ജഗത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം, അനേകം നമസ്കാരം. അപ്പോൾ ഏതൊരു ദേവിയാണോ ജീവചൈതന്യ രൂപിണിയായിട്ട് ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സ്തുതാ സുരൈഹ പൂർവമവിഷ്ട സംശ്രയത്തദാ സുരേന്ദ്രേണ ദിനേഷു സേവിതാ കരോതു സാ നഃ ശുഭഹേതുരീശ്വരി ശുഭാനി ഭദ്രാണ്യാ വിഹന്തു ചാപദഃ യാ സാമ്പ്രതം ചോദദൈത്യതാപിതൈരസ് മാഫിരീശാജ സുരൈർനമസ്യതേ യാജ സ്മൃതാ തൽക്ഷണമേവ ഹന്തിനഃ സർവാപാദോ ഭക്തിവിനമ്രമൂർത്തിഭിഹാം. പണ്ട് ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെട്ടവളായി, അതുപോലെ ദേവേന്ദ്രനാൽ ഇഷ്ടകാര്യലാഭം നിമിത്തം ദിവസം തോറും സേവിക്കപ്പെട്ടവളായി, സ്വാമിനിയായി എപ്പോഴും അത്യഹങ്കാരികളായ അസുരന്മാരാൽ സന്തപിക്കപ്പെട്ട ദേവന്മാരായ ഞങ്ങളാൽ സ്മരിക്കപ്പെടുന്നവളായി, ഭക്തി നിമിത്തം വിശേഷണ നമിക്കപ്പെട്ട ശരീരങ്ങളോട് കൂടിയ ഞങ്ങളാൽ നമസ്കരിക്കപ്പെടുന്ന ക്ഷണത്തിൽ തന്നെ ഞങ്ങളുടെ സർവാപത്തുകളെയും നശിപ്പിക്കുന്നവളായി ഇരിക്കുന്ന ശുഭകാരണയായ ആ ഈശ്വരി ഞങ്ങൾക്ക് സർവമംഗളങ്ങളെയും സുഖങ്ങളെയും ചെയ്യട്ടെ, ആപത്തുകളെയും നശിപ്പിക്കട്ടെ. അങ്ങനെ പൂർവകൽപ്പത്തിൽ സുരന്മാരാൽ സ്തുതിക്കപ്പെട്ട ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഉദ്ദിഷ്ട കാര്യലാഭം നിമിത്തം ദേവേന്ദ്രനാൽ സേവിക്കപ്പെട്ട
സ്വാമിനിയായിട്ടിരിക്കുന്ന ആ ദേവി യാതൊരു ദേവിയുണ്ടോ? മര്യാദയില്ലാത്തവരാലും ബലം കൊണ്ട് മർദ്ദിച്ചവരായും ഇരിക്കുന്ന ശുംഭ നിശുംഭാദി ദൈത്യന്മാർക്ക് സന്താപിതന്മാരായിരിക്കുന്ന ദേവന്മാരായ ഞങ്ങളാൽ ഇപ്പോൾ നമസ്കരിക്കപ്പെടുന്നുവോ? യാതൊരു ദേവി ഭക്തിവിമ്ര മൂർത്തികളായ ഞങ്ങളാൽ സ്മരിക്കപ്പെട്ടവളായിട്ട് തൽക്ഷണം തന്നെ ഞങ്ങളുടെ സർവാപത്തുകളെയും നശിപ്പിക്കുന്നുവോ, സർവാപത്തുകളെയും ഉണ്ടാക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്നുവോ ആ ശുഭപ്രദാത്രിയായ ഈശ്വരി ഞങ്ങൾക്ക് ശുഭങ്ങളെയും സുഖങ്ങളെയും ചെയ്യട്ടെ. അതുകൂടാതെ ഞങ്ങളുടെ ആപത്തുകളെ, ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളെയെല്ലാം ആ ദേവി നശിപ്പിക്കട്ടെ. അപ്പോ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ആ ദേവി, നമ്മെ എല്ലാം സംരക്ഷിക്കുന്ന ആ ദേവി സകല ഐശ്വര്യങ്ങളും തരട്ടെ, സർവമംഗളങ്ങളും തരട്ടെ. അതുപോലെ നമ്മുടെ ശത്രുക്കളെ എല്ലാം നിഗ്രഹിക്കട്ടെ എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. സുധാസുരൈഹ ചാപതഃ സ്വാഹ യാ സംവൃതം മൂർത്തിഭിഃ സ്വാഹ ഋഷിരുവാചാം ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതുമഫ്യായയൗതോ യേ ജാഹ്നവ്യാ നൃപനന്ദനാം. അല്ലയോ സുരത മഹാരാജാവേ, പാർവതീ ദേവി ആ ഹിമവാനിൽ ഇപ്രകാരം സ്തുതിക്കുന്നവരായ ദേവന്മാരുടെ പുരോഭാഗത്തിൽ കൂടി ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനായി എഴുന്നള്ളി. അപ്പം അല്ലയോ സുരത മഹാരാജാവേ, മുൻ പറഞ്ഞ പോലെ ദേവിയെ സ്തുതിക്കുക, ധ്യാനിക്കുക മുതലായവയോടുകൂടിയ ദേവന്മാരുടെ മുമ്പിൽ ആ ഹിമവാൻ പർവ്വതത്തിൽ പാർവതീ ദേവി ഗംഗാജലത്തിൽ ജലക്രീഡ ചെയ്യുന്നതിനായി എഴുന്നള്ളി. അപ്പോ എന്ത് ചെയ്യുകയാണ്? ഹിമവാൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ദേവന്മാരുടെ പുരോഭാഗത്തിൽ കൂടി ഗംഗാനദിയില് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദേവന്മാരുടെ അടുത്തുകൂടി ആ ദേവി ഇങ്ങനെ ആ ഗംഗാനദിയിലേക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. സാവബ്രവീതാൻ സുരാൻ സുഫ്രൂർ ഫൽവതീഹ ഫവസ്തീഹ സാബ്രവൃത്തീൻ സുരാൻ സുഫ്രൂർ ഫവസ്തീഹ സ്തുയതേ ഫത്രക ശരീരകോശതച്ചാസ്യ സമുൽഫൂദ ബ്രവീചിവാം. ആ സുന്ദരിയായ പാർവതീ ദേവി അപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരോട്, ഈ ഹിമവാനിൽ നിങ്ങൾ ആരെ സ്തുതിക്കുന്നു എന്ന് ചോദിച്ചു. പാർവതീ ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ച കൗശികി ദേവി ഉത്തരം പറയുകയും ചെയ്തു. അപ്പോ സുന്ദരിയായ പാർവതീ ദേവിയെ കണ്ടിട്ട് ദേവന്മാർ ചോദിക്കുകയാണ്, ഈ ഹിമവാനിൽ നിങ്ങൾ ആരെ സ്തുതിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാർവതീ ദേവിയുടെ ശരീരകോശത്തിൽ നിന്നാണ് ആ ഭദ്രകാളി ദേവി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ ഭദ്രകാളി ദേവി പാർവതീ ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ കൗശികി ദേവി അതിനുള്ള ഉത്തരം പറയുകയാണ്. പണ്ടൊരിക്കൽ അതിന്റെ കഥയാണ് പറയുന്നത്. പണ്ടൊരിക്കൽ പരമേശ്വരൻ പാർവതിയെ നോക്കി കാളി എന്ന് വിളിച്ചു. അത് നിമിത്തം ദേവി നീലവർണ്ണയായി ഭവിച്ചത് കൊണ്ട്, അല്ലയോ സ്വാമിൻ, ഭവാൻ കാളിയായിട്ട് എന്നെ കാളി എന്ന് വിളിച്ചത്. എങ്കിലും ആ വാക്ക് വ്യർത്ഥമായില്ല. എന്റെ ശരീരം ഗൗരവർണ്ണത്തോട് കൂടാത്തതായി തീർന്നു. അവിടത്തേക്ക് എന്നിൽ അധികമായ അപ്രീതി തന്നെ എന്ന് പറഞ്ഞിട്ട് കോപിച്ചു. ശിവനാൽ പലവിധത്തിലും സമാധാനപ്പെടുത്തപ്പെട്ട ദേവി തന്റെ നീല നിറത്തിലുള്ള കോശത്തെ കളയണമെന്നുള്ള ഇച്ഛ കൊണ്ട് ശിവാജ്ഞയോടുകൂടി ആശ്രമത്തിൽ ചെന്ന് തപസ്സു ചെയ്ത് സർപ്പം ചട്ടയെ എന്ന പോലെ കൃഷ്ണവർണ്ണമായ കോശത്തെ കളഞ്ഞ് ഗൗരവർണ്ണ ശരീരത്തോടുകൂടി ഗൗരി എന്ന് പ്രസിദ്ധി സമ്പാദിച്ച് ശിവസമീപത്തിൽ തിരിച്ചു വന്നു. പാർവതീ ദേവി ഉപേക്ഷിച്ച ആ കോശത്തിൽ നിന്ന് പാർവതി ശക്തി തന്നെ അതിസുന്ദരിയായി നീലവർണ്ണയായി ഇരിക്കുന്ന ഒരു കന്യകയായി പ്രത്യക്ഷപ്പെട്ട് പാർവതിയോടുകൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ ദേവിയാണ് ഇപ്പോൾ ഉത്തരം പറഞ്ഞത്. ശിവപുരാണത്തിൽ വായു സംഹിതയിൽ ഇങ്ങനെ പറയുന്നു: ശുംഭനിശുംഭന്മാർ എന്ന പേരോട് കൂടിയ ഭ്രാതാക്കളായ 2 അസുരന്മാർ ഉത്ഭവിച്ചു. അവർ തപോബലം കൊണ്ട് ബ്രഹ്മാവിന്റെ അടുക്കൽ നിന്ന് ഈ ജഗത്തിലുള്ള ഒരു പുരുഷനും തങ്ങളെ വധിക്കരുതെന്നും അയോനിജയായി ഒരു സ്ത്രീയുടെ അംഗകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചവളായി അതിപരാക്രമത്തോടു കൂടിയവളായി പുരുഷ സ്പർശമുണ്ടായിട്ടില്ലാത്തവളായി ഇരിക്കുന്ന ഒരു കന്യക, ഞങ്ങൾ അവളെ കാമിച്ചിട്ട് വധിച്ചു കൊള്ളട്ടെ എന്നു വരം വാങ്ങിച്ചു. ആ സംഹിതയിൽ തന്നെ വേറെ ഒരു ദിക്കിൽ ശിവൻ പാർവതിയോട് കൗശികി ആണെന്ന് ചോദിച്ചതിന്, ഹേ സ്വാമിൻ, എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ കൗശികിയെ ഭവാൻ കണ്ടില്ലയോ? അതുപോലെ ഒരു കന്യക ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല, മേൽ ഉണ്ടാവുകയുമില്ല. ഈ കൗശികിയുടെ വീര്യവും ബലവും വാസസ്ഥലവും അതുപോലെ തന്നെ യുദ്ധത്തിൽ ശുംഭനിശുംഭവ രീതിയും ഭക്തന്മാർക്ക് അഭീഷ്ടദാനവും ദേവസംരക്ഷണം നിമിത്തം ബ്രഹ്മാവ് അറിയിച്ചുകൊള്ളും എന്ന് പാർവതി ഉത്തരം പറയുന്നതായും പറയുന്നു. അപ്പോ ദേവിയുടെ തന്നെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഭദ്രാദേവി എന്ന് പറയുന്നത്, കൗശികി ദേവി എന്ന് പറയുന്നത്.
അതായത് പാർവതീ ദേവിക്ക് നീലവർണ്ണമായിരുന്നു, കൃഷ്ണവർണ്ണമായിരുന്നു. അപ്പൊ ഈ കൃഷ്ണവർണ്ണം കണ്ടിട്ട് മഹാദേവൻ പാർവതീ ദേവിനെ കാളി എന്ന് വിളിക്കും. കാളി എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ദേവിക്ക് ഈ നീലവർണ്ണം, താൻ മാത്രം നീലവർണ്ണമാണ്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാളി എന്ന് വിളിച്ചതല്ലേ എന്ന് കരുതിയിട്ട് ദേവി എന്ത് ചെയ്യണം? തപസ് ചെയ്യുകയാണ്. പോയി തപസ് ചെയ്തിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ആ നീലവർണ്ണത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. ഒരു ചട്ടയെ പോലെ അത് മാറ്റുകയാണ്. അപ്പൊ ആ ചട്ടയാണ് പിന്നീട് അതിസുന്ദരിയായിട്ടുള്ള ഒരു നീലവർണ്ണത്തിലുള്ള ഒരു കന്യകയായിട്ട് ജനിക്കുന്നതാണ് ആ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. ആ നീലവർണ്ണത്തോട്, ആ കൃഷ്ണവർണ്ണത്തോടു കൂടി ജനിക്കുന്ന ആ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദേവിയാണ് ഈ ശുംഭനിശുംഭന്മാരെയും രക്തബീജനെയും ഒക്കെ വധിക്കാനായിട്ട് അവതരിച്ചിട്ടുള്ള ദേവി എന്ന് പറയുന്നത്. ദേവിക്ക് എന്ന് പറയുന്നത് അതിശക്തിശാലിയാണ്, ബലമുള്ള ദേവിയാണ്. അത്രയും ശക്തിശാലി, ബലവും വീര്യവും ഒക്കെയുള്ള ദേവിയാണ്. ക്ഷത്രിയ ഗുണമാണ് ദേവിക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭദ്രകാളി ദേവിയാണ്. നമ്മുടെ എല്ലാം കുടുംബദേവിയും ആണല്ലേ ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ നമ്മുടെ മിക്കവരുടെയും കുടുംബദേവി എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. നമ്മുടെ എല്ലാം ഭദ്രമാക്കുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതൊക്കെ ആ ദേവിയാണ്. അപ്പൊ ഭദ്രകാളി ദേവി കുടുംബദേവിയായിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ആ കുടുംബക്ഷേത്രത്തിൽ പോയി ആ ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം വഴിപാടുകളൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ദേവി നമ്മുടെ ഒരു സംരക്ഷണത്തിനായിട്ട് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ഒരു ദേവിയും കൂടിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. ആ സുന്ദരിയായ പാർവതി സ്തുതിക്കുന്ന ദേവന്മാരോട്, അല്ലയോ ദേവന്മാരെ, ഈ ഹിമവാൻ പർവ്വതത്തിൽ നിങ്ങളാൽ ഏത് ദേവത സ്തുതിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു. ദേവന്മാർ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ആ പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ശിവയായ ആദിശക്തി ഉത്ഭവിച്ച് ഉത്തരം പറഞ്ഞു. അപ്പോൾ പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച, ശരീരകോശത്തിൽ നിന്ന് ശിവായ ആദിശക്തി ഉത്ഭവിച്ച്, ശിവയായിട്ടുള്ള ആദിശക്തി ആയിട്ടുള്ള ആ ഭദ്രകാളി ദേവി ഉത്ഭവിച്ച് വന്നിട്ട് ആ ദേവന്മാരോട് ഉത്തരം പറയുകയാണ്. സ്തോത്രം മമൈതൽ ക്രിയതേ ശുംഭദൈത്യ നിരാകൃതൈഹ ദേവൈഹ സമേതൈഹ സമരേ നിശുംഭേന പരാജിതൈഹ. യുദ്ധത്തിൽ നിശുംഭാസുരനാൽ മടക്കപ്പെട്ടവരും ശുംഭാസുരനാൽ നിരാകരിക്കപ്പെട്ടവരും ആയ എല്ലാ ദേവന്മാരും ഈ സ്തുതിയെ ചെയ്യുന്നു. അപ്പോ യുദ്ധത്തിൽ നിശുംഭാസുരനാൽ മടക്കപ്പെട്ടവരും ശുംഭാസുരനാൽ നിരാകരിക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ ദേവന്മാരും തന്നെ ഈ സ്തുതിയെ സ്തുതിക്കുകയാണ്, ഈ ദേവിയെ സ്തുതിക്കുകയാണ്. ശരീരകോശാദ്യസ്യ പാർവത്യാ നിസംത്രാം ഭംബികാം കൗശികീ നമസ്തേഷു തതോ ലോകേഷു ഗീയത്തെ. യാതൊരു കാരണത്താൽ ആ പാർവതിയുടെ ശരീരകോശത്തിൽ നിന്ന് ദേവി ഉത്ഭവിച്ചുവോ അത് നിമിത്തം എല്ലാ ലോകങ്ങളിലും ആ ദേവിയെ കൗശികി എന്നറിയപ്പെട്ടു. അപ്പം ഏതൊരു കാരണത്താലാണോ പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഈ ദേവി ഉത്ഭവിച്ചുവോ അങ്ങനെയുള്ള ഈ ദേവിയെ എല്ലാ ലോകങ്ങളിലും കൗശികി ദേവി എന്ന് പറയപ്പെട്ടു. തസ്യാമി നിർഗതായാന്തു കൃഷ്ണോ ബഹൂസാ ഭവി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചലകൃതാശ്രയാ. ആ ദേവി വിനിർഗമിച്ചപ്പോൾ ആ പാർവതി ദേവിയും കൃഷ്ണവർണ്ണയായി കാളിക എന്നു പേരോട് കൂടിയവളായി ഹിമവാൻ പർവ്വതത്തിൽ വസിച്ചു. പാർവതി സമീപത്തിൽ നിന്ന് യാതൊരു കൗശികി വിനിർഗമിച്ചുവോ ആ പാർവതി ദേവിയും കൃഷ്ണവർണ്ണത്തോടും കാളിക എന്ന പേരോടും കൂടിയവളായിട്ട് എല്ലാ ദേവന്മാരുടെയും പ്രാർത്ഥിത സ്ഥാനമായ ഹിമവാനിൽ തന്നെ വസിച്ചു. അവിടെ നിന്നും ഗംഗാനദിയിൽ സ്നാനത്തിനായി പോയില്ല എന്ന് താല്പര്യം. ദേവന്മാർ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയെ അംഗീകരിച്ച കൗശികിക്ക് അവരെ ഉപേക്ഷിച്ച് വേറൊരു ദിക്കിൽ ഗമനം അനുചിതമാണല്ലോ. പാർവതി ദേവിയാകട്ടെ ആ ദേവിയെ അവിടത്തെ തന്നെ സ്ഥാപിച്ചിട്ട് സ്നാനത്തിനായി ഗമിച്ചു എന്നർത്ഥം. അതായത് അപ്പോ പാർവതി ദേവി എന്ത് ചെയ്യേണ്ടത്, ദേവന്മാരെങ്ങനെ പറഞ്ഞപ്പോൾ ദേവി അവരുടെ രക്ഷാർത്ഥം ആ കൗശികി ദേവീനെ അവിടെ നിർത്തിയിട്ട് പോവുകയാണ്. ദേവിയുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക്, ദേവന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഭദ്രകാളി ദേവീനെ, ആ കൗശികി ദേവീനെ അവിടെ നിർത്തിയിട്ട് ആ ദേവി പോവുകയാണ്. അപ്പോൾ കൗശികി ദേവി എന്ന് പറയുന്ന ഭദ്രകാളി ദേവിയും ഈ ഹിമാലയത്തിൽ തന്നെയാണ്, ദേവിയുടെ കൂടെ തന്നെയാണ് വസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടായപ്പോൾ, അതായത് ദേവന്മാർക്ക് യുദ്ധം ചെയ്യാനായിട്ട് ആവശ്യം വന്ന സമയത്ത് ആ ഭദ്രകാളി ദേവി അവിടെ നിർത്തിയിട്ട് പാർവതി ദേവി ഹിമാലയത്തിലേക്ക് പോവുകയാണ്. തൽകോശം സഹസ്യോ ദൃശ്യ ഗൗരീ സമജായത
തൽകോശാദാന്മന്നോ സൃഷ്ടാൽ കൗശികി നാമനാമതഃ കാളി കാളാംബുദ പ്രഖ്യ കന്യകാ സമപദ്യതാം. ഇവിടെ മഹാമായ ദേവകാര്യത്തിനായി ആദ്യം വിഷ്ണുവിന്റെ യോഗനിദ്രയായി തീർന്നു. പിന്നെ സർവദേവ തേജോമയിയായ ശിവയായി ഭവിച്ചു. അനന്തരം പാർവതിയായി, പിന്നീട് കൗശികയായി തീർന്നു. ദേവസ്തുതിയെ അംഗീകരിച്ചിട്ട് അതിനുശേഷം കാളികയായി. ആ കാളികയെ തന്നെ അംബിക എന്നും പറയുന്നു. അപ്പം ഇവിടെ മഹാമായ ദേവികാര്യത്തിനായി ആദ്യം വിഷ്ണുവിന്റെ യോഗനിദ്രയായി തീർന്നു. അതിനുശേഷം എന്താ, പിന്നെ സർവദേവ തേജോമയിയായി ശിവയായി ഭവിച്ചു. അനന്തരം പാർവതി ദേവിയായി, പിന്നീട് കൗശികയായി തീർന്നു. ദേവസ്തുതിയെ അംഗീകരിച്ചിട്ട് അതിനുശേഷം കാളികയായി. ആ കാളിയെ തന്നെ അംബിക എന്ന് പറയുകയാണ്. തതോഹംബികാം പരം രൂപം വിഭ്രാണാം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ടച്ച ഭൃത്യൗ ശുംഭനിശുംഭയോഹാം. അനന്തരം ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ഡമുണ്ടന്മാർ ഏറ്റവും മനോഹരമായ രൂപത്തെ ധരിച്ചിരിക്കുന്ന കാളിക എന്ന പേരോടുകൂടിയ പാർവതിയെ കണ്ടു. അങ്ങനെ ഈ ശുംഭനിശുംഭന്മാര് ആരെ കാണുകയാണ്? അതിമനോഹരമായിട്ടുള്ള രൂപം ധരിച്ചിരിക്കുന്ന കാളിക എന്ന പേരോട് കൂടിയ ആ നീലവർണ്ണ രൂപയായിട്ടുള്ള ആ പാർവതി ദേവിയെ കാണുകയാണ്. തഫ്യാം ശുഭായ ചാഖ്യാത സാഫതീവ സുമനോഹര കാപത്യാസ്തവേ സ്ത്രീർ മഹാരാജ ഭാസയന്തി ഹിമാചലം. അല്ലയോ മഹാരാജാവേ, ഹിമവാൻ പർവ്വതത്തെ ശോഭിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വസിക്കുന്നു എന്ന് ആ രൂപവതിയായ കാളികാദേവി ചണ്ഡമുണ്ടന്മാരാൽ ശുംഭനോട് പറയപ്പെട്ടു. ആ രൂപവതിയായ കാളികാദേവി ചണ്ഡമുണ്ടന്മാരാൽ ശുംഭ മഹാസുര സമക്ഷം എന്ന് പറയപ്പെട്ടു. അല്ലയോ മഹാരാജാവേ, അല്ലയോ ശുംഭ ദൈത്യേശ്വര, ഏറ്റവും മനോഹരമായ സ്ത്രീ ഹിമവാൻ പർവ്വതത്തെ ശോഭിപ്പിച്ചും കൊണ്ട് സ്വയം ശ്യാമയായ അവൾ ശ്യാമശോഭകളെ കൊണ്ട് ശോഭാഢ്യമായ ഹിമവാനെ ശോഭിപ്പിച്ചുകൊണ്ട് വസിക്കുന്നു. അപ്പം ഹിമവാനെ തന്നെ ശോഭിപ്പിച്ചുകൊണ്ട് നീലവർണ്ണയായിട്ട് ആ ദേവി വസിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നൈവ താദൃക്വചിദ്രൂപം ദൃഷ്ടം കേനചിദുത്തമം ജ്ഞായാത്വാം കാപസ്യസൗ ദേവി ഗൃഹത്വാം ചാതുരേശ്വര. അല്ലയോ അസുരേശ്വര, ഭൂമിയിലെങ്ങും ഒരുത്തരാലും അപ്രകാരമുള്ള ഉത്തമമായ രൂപം കാണപ്പെട്ടിട്ടില്ല. ഈ ഒരു ദേവസ്ത്രീ ആരാണെന്ന് ഭവാനാൽ അറിയപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും വേണം. അല്ലയോ അസുരേശ്വര, ഹേ ശുംഭ, ഭുവനത്തിലെങ്ങും ഒരു പുരുഷനാലും അപ്രകാരമായി ഉത്തമയായി അതിസുന്ദരിയായിരിക്കുന്ന രൂപം കാണപ്പെട്ടിട്ടില്ല. ഈ ദേവസ്ത്രീ അങ്ങാൽ അറിയപ്പെടുകയും ഗ്രഹിക്കപ്പെടുകയും വേണം എന്ന് ദേവിയെക്കുറിച്ച് അനിഷ്ടാർത്ഥം ഇഷ്ടാർത്ഥമാകട്ടെ. ഹേ ശുംഭ, അപ്രകാരം ഇരിക്കുന്ന ജ്ഞാനരൂപം ഒരിടത്തും ആരാലും കാണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ദേവി പരദേവതയാണ് എന്ന് നിന്നാൽ അറിയപ്പെടണം. ഇവൾ ഒരു അബലയാണെന്ന് വിചാരിക്കരുത്. ഈ ദേവി ആത്മസംരക്ഷണത്തിനായി കൊണ്ട് നിന്നാൽ ആശ്രയിക്കപ്പെടുകയും വേണം എന്ന് ശുംഭനോട് ഹിതോപദേശം. അപ്പം നിശുംഭം പറയുകയാണ് ശുംഭനോട്, ഈ ദേവിയെ അതിസുന്ദരിയായിട്ടിരിക്കുന്ന ഈ ദേവി സ്ത്രീയെ എന്ത് ചെയ്യണമെന്നാണ്? ഗ്രഹിക്കണം. അതായത് പണിഗ്രഹണം ചെയ്യണമെന്ന് പറയുകയാണ്. അതുപോലെ ഈ ദേവി നിസാരയായിട്ട് കാണണ്ട, എന്നാൽ അവസാനം ശുംഭനാൽ തന്നെ ആശ്രയിക്കപ്പെടുന്നവളായിട്ട് ഈ ദേവി താണു വണങ്ങി ശുംഭന്റെ മുമ്പിൽ നിൽക്കണം എന്നാണ് ഈ ദുഷ്ടനായ നിശുംഭൻ ശുംഭനോട് പറഞ്ഞു കൊടുക്കുന്നത്. സ്ത്രീ രത്നമതി ചാർവങ്കി ദ്യോതയന്തീം ദിശസ്തിഷ സാധു തിഷ്ടതി ദൈത്യേന്ദ്ര താംബവാൻ ദൃഷ്ടുമർഹതി. ഹേ അസുരശ്രേഷ്ഠ, ആ സ്ത്രീരത്നമാകട്ടെ അതിസുന്ദരിയായി ദീപ്തി കൊണ്ട് ദിക്കുകളെ എല്ലാം പ്രശോഭിപ്പിക്കുന്നവളായി വസിക്കുന്നു. ഭവാൻ അവളെ കാണേണ്ടതാകുന്നു. അല്ലയോ ദൈത്യേശ്വരനായ ശുംഭ, അംഗകാന്തി കൊണ്ട് 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളായി അതിമനോഹരിയായി ഇരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു രത്നം സ്ഥിതി ചെയ്യുന്ന ആ രത്നത്തെ ഭവാൻ കാണേണ്ടതുണ്ട്. അപ്പോൾ ശുംഭനോട് പറയാണ്, അത്രയും എന്താണ് അംഗകാന്തി കൊണ്ട് 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളായിട്ട് അതിമനോഹരിയായിട്ടിരിക്കുന്ന ആ സ്ത്രീ രത്നത്തെ ശുംഭ നീ കാണേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ നിശുംഭൻ ശുംഭനോട് പറയുകയാണ്. സ്ത്രീ രത്നമതി ദൃഷ്ടുമർഹതി സ്വാഹ യാനി രത്നാനി മണയോ ഗജാശ്വാദീനി വൈപ്രഭോ ത്രൈലോകേ തു നമസ്താനി സാമ്പ്രതം ഭാന്തിതേ ഗൃഹേ. അല്ലയോ ത്രൈലോകേശ്വര, ത്രൈലോക്യത്തിലും ഉള്ള ആന, കുതിര മുതലായി അതാതു ജാതിയിൽപ്പെട്ട ഉത്കൃഷ്ട വസ്തുക്കളും പത്മരാഗാദി രത്നങ്ങളും എല്ലാം ഇപ്പോൾ ഭവാന്റെ ഭവനത്തിൽ ശോഭിക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ്. ഹേ പ്രഭോ ശുംഭ,
ത്രൈലോകത്തിൽ ആന, കുതിര മുതലായി അതാതു ജാതിയിൽ ഉത്കൃഷ്ടങ്ങളായി ഇരിക്കുന്ന യാവചില വസ്തുക്കൾ ഭവിക്കുന്നുവോ അതുപോലെ ദേദീപ്യങ്ങളായിരിക്കുന്ന യാവചില പത്മാതി രത്നങ്ങൾ ഭവിക്കുന്നുവോ അതെല്ലാം ഇപ്പോൾ ഭവാന്റെ ഗൃഹത്തിൽ വർത്തിക്കുന്നു. ഹേ പ്രഭോ, അങ്ങ് ദൂതവചനം ഹേതുവായിട്ട് അവളെ ആനയിപ്പാനായി യത്നം ചെയ്യുന്നു എങ്കിൽ ഇതെല്ലാം 3 ലോകത്തിലും അതാതിന്റെ സ്ഥാനത്തിൽ വന്നു ചേരും. അതായത് ഈ ദേവീനെ നമുക്ക് സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണോ, രത്നങ്ങള്, വൈഡൂര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതാതിന്റെ സ്ഥാനത്ത്, അവരുടെ സ്ഥാനത്തേക്ക് എത്തിപ്പെടുമെന്ന് പറയുകയാണ്. ഐരാവത സമാനീതോ ഗജാരത്നം പുരന്തരാൽ പാരിജാതത്തരുച്ഛായം തദൈവോച്ചൈഹ ശ്രവാഹയഃ. ഹേ പ്രഭോ, ദേവേന്ദ്രങ്കിൽ നിന്ന് ഐരാവതം എന്ന ശ്രേഷ്ഠമായ ഗജവും ഈ കൽപ്പക വൃക്ഷവും അതുപോലെ തന്നെ ഉച്ചൈസ്രവസ് എന്ന കുതിരയെയും അങ്ങാൽ ആനയിക്കപ്പെട്ടു. അപ്പം എന്താണ് പറയുന്നത്, ഈ ദേവേന്ദ്രനിൽ നിന്ന് ഐരാവതവും എന്ന ശ്രേഷ്ഠമായ ഗജവും കൽപ്പവൃക്ഷവും അതുപോലെ തന്നെ ഉച്ചൈസ്രവസ് എന്ന കുതിരയും അങ്ങയാൽ ആനയിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം, ഈ രത്നങ്ങളും എല്ലാം തന്നെ അങ്ങയാൽ ആനയിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം അങ്ങയ്ക്ക് ഇപ്പോൾ സ്വന്തമായി എന്നാണ് പറയുന്നത്. വിമാനം ഹംസ സംയുക്തമേതതിഷ്ഠതി ദേവങ്കണേ രത്നഭൂതമിഹാനീതം യഥാസീദ്വേസദോ അത്ഭുതം. ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നതും ഹംസത്തോടു കൂടിയതും ശ്രേഷ്ഠമായിട്ടുള്ളതും ആയ ബ്രഹ്മാവിന്റെ വിമാനം ഇവിടെ കൊണ്ടുവരപ്പെട്ട് ഭവാന്റെ അങ്കണത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് എന്താണ്, ശ്രേഷ്ഠമായിട്ടുള്ള ഹംസത്തോടു കൂടിയ ബ്രഹ്മാവിന്റെ വിമാനം വരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങയുടെ അടുത്തിരിക്കുകയാണ്. നിധിരേഷ മഹാപത്മ സമാനീതോ ധനേശ്വരാൽ കിഞ്ചലിഗീനം ദദൗ ചാബ്ദിർ മ്ലാന പങ്കജാം. വൈശ്രവണത്തിൽ നിന്ന് മഹാപത്മം എന്നു പേരായ ഈ നിധി സമാനയിക്കപ്പെട്ടു. സമുദ്രം അല്ലികളെ കൊണ്ട് ശോഭിക്കുന്ന വാടാത്ത പങ്കജമാലകളെ തരികയും ചെയ്തു. അപ്പം വൈശ്രവണത്തിൽ നിന്നെന്താണ്, മഹാപത്മം എന്ന പേരായ ഈ നിധിയും അങ്ങയ്ക്ക് കിട്ടി, അതായത് കുബേരനിൽ നിന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ഛത്രം ദേവാരുണം ഗേഹേ കാഞ്ചന സ്രാവി തിഷ്ഠതി തദായാം സെന്തന വരോയഃ പുരാസീൽ പ്രജാപതേ. വരുണന്റെ സ്വർണവർഷം ചെയ്യുന്ന വെൺകൊറ്റക്കുടയും അപ്രകാരം പണ്ട് ബ്രഹ്മാവിനുണ്ടായിരുന്ന ഈ രത്നവും ഭവാന്റെ ഗൃഹത്തിൽ ഇരിക്കുന്നു. അപ്പം വരുണന്റെ സ്വർണവർഷം ചെയ്യുന്ന ആ വെൺകൊറ്റക്കുടയും അതുപോലെ തന്നെ ബ്രഹ്മാവിനുണ്ടായിരുന്ന രത്നം കൊണ്ട് നിർമ്മിച്ച ആ രഥവും എല്ലാം തന്നെ ഭവാന്റെ ഗൃഹത്തിൽ ഇരിക്കുന്നു. മൃത്യോരുൾക്രാന്തിത നാമ ശക്തിരീശാസ്ത്വയാ പാശഃ സലിലരാജസ്യ പ്രാദുസ്തവ പരിഗ്രഹേ. ഹേ സ്വാമിൻ, മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പ്രസിദ്ധയായ കാലന്റെ ശക്തി ഭവാനാൽ അപഹരിക്കപ്പെട്ടു. വരുണന്റെ പാശായുധം ഭവാന്റെ സഹോദരനായ നിശുംബന്റെ ഗൃഹത്തിലിരിക്കുന്നു. അങ്ങനെ സകല സാധനങ്ങളും സകല പ്രസിദ്ധമായ കാലന്റെ ശക്തിയും കാലന്റെ ശക്തിയും അപഹരിക്കപ്പെട്ടു. അതുപോലെ വരുണന്റെ പാശായുധവും അപഹരിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ അപഹരിച്ചുകൊണ്ട് ആരുടെ ഗൃഹത്തിലിരിക്കുകയാണ്? ശുംഭന്റെ ഗൃഹത്തിലിരിക്കുകയാണെന്നാണ് നിശുംഭൻ പറയുന്നത്. നിശുംഭസ്യാബ്ദിച്ഛാദാച സമസ്താരത്നജാതയഃ മഗ്നിചാപിതദൗ തുഫ്യൗ മഗ്നിശോചൗ ജവാസസി. സമുദ്രത്തിൽ നിന്നുണ്ടായ സകല രത്ന സമൂഹങ്ങളും നിശുംഭന്റെ ഗൃഹത്തിൽ വർത്തിക്കുന്നു. അഗ്നി ഭഗവാനും അങ്ങേക്ക് അഗ്നിയിലിട്ട് നിർമ്മലമാക്കുന്ന വസ്ത്രങ്ങളെയും ദാനം ചെയ്തു. അങ്ങനെ അഗ്നിയിലിട്ട് അഗ്നിയിലിട്ടാൽ പോലും നിർമ്മലമാകുന്ന വസ്ത്രങ്ങളെ അഗ്നി നൽകിയിട്ടുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള സമുദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ള പലവിധത്തിലുള്ള രത്നങ്ങളും ഈ ശുംഭന്റെ ഗൃഹത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ്. ഏവം ദൈത്യേന്ദ്ര രത്നാനി സമസ്താന്യാഹൃതാനി തേ സ്ത്രീരത്നമേഷ കല്യാണി ത്വയാ കസ്മാന ഗൃഹ്യത്തെ. അല്ലയോ അസുരശ്രേഷ്ഠ, മുൻപറഞ്ഞതുപോലെ സകല രത്നങ്ങളും അങ്ങേക്കായി കൊണ്ടുവരപ്പെട്ടു. ഈ അംബികയായ സ്ത്രീരത്നത്തെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഗ്രഹിക്കാത്തത്? അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പറയണം, ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഇത്രയും സകല ശ്രേഷ്ഠങ്ങളായിട്ടുള്ള എല്ലാം അങ്ങേക്കായിട്ട് കൊണ്ടുവന്നു, എന്നിട്ടും ഈ സുന്ദരി ആയിട്ടിരിക്കുന്ന ഈ സ്ത്രീരത്നത്തെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഗ്രഹിക്കാത്തത്? അപ്പം ഇത്രയും സുന്ദരി ആയിട്ടിരിക്കുന്ന, ഇത്രയും ശ്രേഷ്ഠയായിട്ടിരിക്കുന്ന, ഇത്രയും സുന്ദരിയായിട്ടുള്ള ആ ദേവിയെ മാത്രം എന്താണ് ഗ്രഹിക്കാത്തത് എന്ന് ഈ ദുഷ്ടനായ നിശുംഭൻ ശുംഭനോട് ചോദിക്കുകയാണ്.
ഋഷിരുവാചഹാം നിശമ്യേദീവജ ശുംഭഃ സ തഥാ ചണ്ഡമുണ്ടയോഃ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ദേവ്യാ മഹാസുരം. അപ്പോൾ ആ ശുംഭാസുരൻ ചണ്ഡമുണ്ടന്മാരുടെ വാക്കുകളെ ഇപ്രകാരം കേട്ടിട്ട് മഹാസുരനായ സുഗ്രീവൻ എന്ന ദൂതനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു. അപ്പൊ ഇത് കേട്ടിട്ട്, ഈ ചണ്ഡമുണ്ടന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് മഹാസുരനായ സുഗ്രീവൻ എന്നൊരു ദൂതനെ ദേവിയുടെ അടുക്കലേക്ക് ഈ ശുംഭൻ അയക്കുകയാണ്. അപ്പൊ ശുംഭന് വിചാരിക്കുകയാണ്, ഇതെല്ലാം എനിക്ക് കിട്ടിയല്ലോ, അപ്പോൾ ഇത്രയും ഇങ്ങനെ നീലവർണ്ണത്തോടിരിക്കുന്ന അത്ഭുതയായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള ആ ദേവീനെയും കൂടെ തനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് ശുംഭൻ ഈ പറഞ്ഞു കൊടുത്തതെല്ലാം കേട്ടിട്ട് ഇതിനെക്കാട്ടിലും ഒക്കെ വിശേഷപ്പെട്ട രത്നമാണ്, സ്ത്രീ രത്നമാണ് ആ ദേവി എന്ന് പറഞ്ഞപ്പോ ഈ ദുഷ്ടനായ ശുംഭൻ എന്ത് ചെയ്യുകയാണ്, തന്റെ ദൂതനായിട്ടുള്ള സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു മഹാസുരനെ ആ ദേവിയുടെ മുന്നിലേക്ക് അയക്കുകയാണ്. ഇത് ചേതിജ വക്തവ്യാ സാഗത്വാ വചനാൻ മമ യഥാ ചാഫേതി സംപ്രീത്യ തഥാ കാര്യം ത്വയാ ലഘു. എന്റെ വാക്കുനിമിത്തം നീ അവിടെ ചെന്ന് അവളോട് ഇങ്ങനെയെല്ലാം പറയണം. എങ്ങനെയായാൽ അവൾ പ്രീതിയോടുകൂടി വേഗത്തിൽ ഇവിടെ വരുമോ അതുപോലെ എല്ലാം നീ ചെയ്യുകയും വേണം. അപ്പോൾ സുഗ്രീവ, എൻ്റെ എന്തൊക്കെ പറഞ്ഞാൽ അവൾ എൻ്റെ കൂടെ വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെന്ന് നീ ഈ കാര്യങ്ങളെല്ലാം ചെന്ന് അവളോട് പറയണം, എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്നിങ്ങനെ പറയുകയാണ്. സതത്ര ഗത്വാ യത്രാസ്തേ ശൈലോ ദേശഫതിശോഭനേ സാ ദേവി താം തതഃ പ്രാഹ ശ്ലഷ്ണം മധുരയാ ഗിരാം. സുഗ്രീവൻ എന്ന ദൂതൻ ആ ദേവി വസിക്കുന്ന അതിമനോഹരമായ പർവ്വത പ്രദേശങ്ങളിൽ ചെന്നിട്ട് അവളോട് ഉചിതമാകും വണ്ണം മധുരമായ വാക്കുകളെ പറഞ്ഞു. അപ്പം സുഗ്രീവൻ എന്ന് പറയുന്ന ദൂതൻ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ദേവിയുടെ, കൗശികി ദേവിയുടെ, ആ ഭദ്രകാളി ദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ദേവിയോട് ഉചിതമായിട്ട് മധുരമാ വണ്ണത്തില് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ശുംഭനെ കുറിച്ച്. ദൂത ഉവാചഹാം ദേവി ദൈത്യേശ്വരഃ ശുംഭസ്ത്രൈലോക്യ പരമേശ്വരഃ ദൂതോഹം പ്രേഷിതസ്തേന ത്വസ്സകാശമിഹാഗതഃ. അലയോ ദേവി, 3 ലോകങ്ങളിലും ഉത്കൃഷ്ടേശ്വരനായി ദൈത്യനാഥനായിരിക്കുന്ന ശുംഭനാൽ അയക്കപ്പെട്ട ദൂതനായ ഞാൻ നിന്റെ സമീപത്തിൽ വന്നിരിക്കുന്നു. രാജാവായി ഭട്ടാരകനായിരിക്കുന്ന ദേവന്റെ സ്ത്രീയാകുവാൻ പോകുന്നു എന്നുദ്ദേശിച്ചാണ്. അപ്പം അങ്ങനെ എന്താണ്, 3 ലോകങ്ങളിലും ഉത്കൃഷ്ടനായിട്ടിരിക്കുന്ന ദൈത്യനായിരിക്കുന്ന ശുംഭനാൽ അയക്കപ്പെട്ട ദൂതനായിട്ടാണ് ഞാൻ നിന്റെ സമീപത്ത് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ദേവിയോട്. അവ്യാഹതജ്ഞഃ സർവാസു യഃ സദാ ദേവയോനിഷു നിർജിതാഖില ദൈത്യാരിഹ സാ യദാഹ ശൃണ്വസ്വാതൽ. എല്ലാ ദേവന്മാർ വിഷയവും അപ്രഹിത ജ്ഞാനത്തോടു കൂടിയവനായി സകല ദേവന്മാരെയും ജയിച്ചവനായി ഇരിക്കുന്ന ശുംഭൻ പറഞ്ഞ വാക്കിനെ കേട്ടാലും, അല്ലയോ ദേവി, യാവൊരുത്തൻ സകല ദേവന്മാരിലും തന്റെ ശാസനയ്ക്ക് തടവ് കൂടാത്തവനായും നിശ്ലേഷം ജയിക്കപ്പെട്ട അഖില ദേവന്മാരോട് കൂടിയവനായും ഇരിക്കുന്നുവോ ആ ശുംഭൻ കൽപ്പിച്ച വാക്കിനെ കേട്ടാലും. അപ്പോൾ അങ്ങനെ സകല ദേവന്മാരുടെ എല്ലാം അധിപതിയായിട്ടിരിക്കുന്ന ആ ദുഷ്ടനായിട്ടുള്ള ശുംഭനാണ്. അങ്ങനെയുള്ള അധിപതിയായിട്ടിരിക്കുന്ന ആ ശുംഭൻ പറഞ്ഞ വാക്കുകളെ കേട്ടാലും എന്ന് ഇങ്ങനെ ആ ദൂതൻ പറയുകയാണ് ദേവിയോട്. മമ ത്രൈലോക്യമഖിലം മമ ദേവാവേഗനുഗാഹ യജ്ഞഭാഗാനഹം സർവാനുപാശ്നമീ പൃഥക് പൃഥക്. ലോകത്രയം മുഴുവൻ എന്റേതാകുന്നു, ദേവന്മാർ എന്റെ ചൊൽപ്പടിക്കുള്ളവരാകുന്നു, ഞാൻ യാഗഭാഗങ്ങളെയെല്ലാം വേറെ വേറെ ഭക്ഷിക്കുന്നു. അപ്പം പറയുകയാണ്, ഈ ശുംഭൻ എങ്ങനെയാണ് ലോകത്രയം മുഴുവൻ, ഈ ലോകം മുഴുവൻ തൻ്റേതാകുന്നു, എന്നിട്ട് ദേവന്മാരുടെ എല്ലാം ചൊൽപ്പടിക്കുള്ളവനാണ്. ദേവന്മാരോട് എന്ത് പറഞ്ഞാലും അവരെല്ലാം ആ ശുംഭന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളാണ് ആരാണ് ഈ ദുഷ്ടനായ ശുംഭൻ എന്ന് പറയുകയാണ്. ത്രൈലോക്യവരരത്നാനി മമ വൈശാന്യ ശേഷതഃ തദൈവ ഗജരത്നം ചാഹൃതം ദേവേന്ദ്രവാഹനം. 3 ലോകങ്ങളിലും ഉള്ള ഉത്കൃഷ്ട രത്നങ്ങളും ഉർവശി മുതലായ സ്ത്രീരത്നങ്ങളും എല്ലാം എന്റെ അധീനത്തിലാകുന്നു. അതുപോലെ തന്നെ ദേവേന്ദ്രവാഹനമായ ഐരാവതവും എന്നാൽ അപഹരിക്കപ്പെട്ടു. അപ്പം എന്താണ്, 3 ലോകത്തിലുമുള്ള ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള രത്നങ്ങളും അതുപോലെ ഉർവശി, രംഭ, തിലോത്തമ തുടങ്ങിയ ദേവസ്ത്രീ രത്നങ്ങളും പിന്നെ എല്ലാം ആ ശുംഭന്റെ അധീനതയിലാകുന്നു. അത് മാത്രവുമല്ല, ദേവേന്ദ്ര വാഹനമായ ഐരാവതവും അവനാൽ അപഹരിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ക്ഷീരോദമനോത്ഭൂതമശ്വരത്നം മമാഹമൈരേഹ ഉച്ചൈശ്രവസഞ്ജം തൽ പ്രണിപത്യാ സമർപ്പിതം.
പാലാഴി മദനത്തിൽ ഉണ്ടായ ഉച്ചൈസ്രവസ് എന്ന പേരോട് കൂടിയ ആ അശ്വരത്നത്തെ ദേവന്മാർ എന്റെ പാദപത്മത്തിൽ നമസ്കരിച്ച് ഏൽപ്പിച്ചു. അപ്പൊ എന്താ പറയണ, പാലാഴി മദനത്തില് ഉണ്ടായ ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന ഒരു പേരോട് കൂടിയ ഒരു അശ്വരത്നമുണ്ട്. ആ അശ്വരത്നത്തെയും ദേവന്മാർ എന്റെ പാദപത്മത്തിൽ ഇങ്ങനെ നമസ്കരിച്ച് സമർപ്പിച്ചു എന്ന് പറയുകയാണ്. യാനി ചാന്യാനി ദേവേഷു ഗന്ധർവേഷു രഗേഷു ച രത്നഭൂതാനി ഭൂതാനി താനി മയ്യേവ ശോഭനേ. അല്ലയോ ശോഭനെ, ദേവന്മാരിലും ഗന്ധർവന്മാരിലും നാഗങ്ങളിലുമുള്ള ഉത്കൃഷ്ടങ്ങളായ വസ്തുക്കൾ എല്ലാം എങ്കിൽ തന്നെ. എന്നിട്ട് എന്ത് പറയുകയാണ്, ദേവന്മാരിലും ഗന്ധർവന്മാരിലും നാഗങ്ങളിലും ഒക്കെയുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള വസ്തുക്കൾ എല്ലാം തന്നെ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. സ്ത്രീരത്നഭൂതാം ത്വാം ദേവി ലോകേ മന്യാമഹേ വയം സാ ത്വമസ്താമാനുപാഗച്ഛ യതോ രത്നഭുജോ വയം. ഹേ ദേവി, ലോകത്തിൽ സ്ത്രീരത്നം നീയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആ സ്ത്രീരത്നഭൂതയായ നീ ഞങ്ങളെ പ്രാപിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രത്നഭുക്കുകളാവുന്നു. അങ്ങനെ ഈ ശുംഭനിശുംഭന്മാർ വന്നിട്ട് പറയുകയാണ്, ദേവി, ഈ ലോകത്തിലെ സ്ത്രീരത്നം എന്ന് പറയുന്നത് നീയാണ്. ഞങ്ങൾ വിചാരിക്കുന്നു ആ സ്ത്രീരത്നഭൂതയായ നീ ഞങ്ങളെ പ്രാപിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രത്നഫുക്കുകളാകുന്നു. ഞങ്ങൾ ഒരുപാട് രത്നങ്ങളൊക്കെയുള്ള രത്നഫുക്കുകളാകുന്നു എന്ന് ആണ് ഈ ദൂതൻ അവരെ കുറിച്ച് പറയുന്നത് ദേവിയോട്. മാം വാ മമാനുജം വാപി നിശുംഭമുരു വിക്രമം ഭജത്വം ചഞ്ചലാപാംഗി രത്നഭൂതാഭസിത വൈദഹാം. ഹേ സുന്ദരി, സൗന്ദര്യം കൊണ്ട് ഉത്കൃഷ്ടതയെ പ്രാപിച്ചവളായി ഭവിച്ചിരിക്കുന്ന നീ എന്നെയോ എൻ്റെ അനുജൻ മഹാപരാക്രമിയായ നിശുംഭനെയോ ആശ്രയിച്ചാലും. അപ്പൊ ഹേ സുന്ദരി, സൗന്ദര്യം കൊണ്ട് ഉത്കൃഷ്ടതയെ പ്രാപിച്ചവളായിട്ട് ഭവിക്കുന്ന നീ എന്നെയോ അല്ലെങ്കിൽ എൻ്റെ അനുജനെയോ മഹാപരാക്രമിയായിട്ടിരിക്കുന്ന എൻ്റെ അനുജനായ നിശുംഭനെയോ ആശ്രയിച്ചാലും എന്ന് പറയുകയാണ്. പരമേശ്വര്യമതുലം പ്രാപ്സ്യേ മൽപരിഗ്രഹാൻ ഏതൽ ബുദ്ധ്യാ സമാലോച മൽപരിഗ്രഹതാം വ്രജാം. നീ എൻ്റെ ഭാര്യയായി ഭവിച്ചാൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കും. ബുദ്ധി കൊണ്ട് ഈ ഭാഗം നല്ലവണ്ണം ആലോചിച്ചിട്ട് എൻ്റെ പത്നി ഭാവത്തെ പ്രാപിച്ചാൽ. അപ്പം നീ എൻ്റെ ഭാര്യയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ട ഐശ്വര്യത്തെ പ്രാപിക്കും എന്ന് പറയണം. എന്നിട്ട് ബുദ്ധി കൊണ്ട് ഈ ഭാഗം നല്ലവണ്ണം ആലോചിച്ചിട്ട് നീ എൻ്റെ പത്നി ഭാവത്തെ പ്രാപിച്ചാലും എന്ന് പറയുകയാണ്. ഋഷിരുവാചഃ ഇത്യുക്താ സാ തദാ ദേവി ഗംഭീരാന്തകസ്മിതാ ജഗൗ ദുർഗാ ഭഗവതി ഭദ്രായേദം ദാര്യതേ ജഗൽ. ദുഃഖേന പ്രാപിക്കപ്പെടുവാൻ യോഗ്യയായി സമഗ്ര ഐശ്വര്യാദി സമ്പൂർണയായി ക്ഷേമരൂപയായി ഈ ജഗത്തിന് ധരിക്കുന്നവളായിരിക്കുന്ന ആ ദേവി അപ്പോൾ ദൂതനാൽ ഇപ്രകാരം പറയപ്പെട്ടവളായിട്ട് ഗൂഢാഭിപ്രായത്തോടു കൂടിയ ഉൾച്ചിരിയോടുകൂടി പറഞ്ഞു. ദേവി വാചാം സത്യമുക്തം ത്വയാ നാത്രേ മിഥ്യാ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതിഃ ശുംഭോ നിശുംഭച്ഛാപി താദൃശഃ. അല്ലയോ ദൂത, നിന്നാൽ ശുംഭനിശുംഭ വിഷയത്തിൽ സത്യം തന്നെ പറയപ്പെട്ടു. ഒട്ടും വ്യാജം പറയപ്പെട്ടിട്ടില്ല. ശുംഭൻ ത്രൈലോക്യാധിപതിയായി വർത്തിക്കുന്നു. നിശുംഭനും ത്രൈലോക്യാധിപതിത്വേന ശുംഭസദൃശ്യൻ തന്നെ ആകുന്നു. അല്ലയോ ദൂത, നീ ശുംഭനെയോ നിശുംഭനെയോ ഭജിക്കണമെന്ന് ഈ പതിവ്രതയായ ദേവിയോട് പറഞ്ഞുവല്ലോ. ശുംഭനും നിശുംഭനും ത്രൈലോകാധിപതികൾ, ത്രൈലോക്യത്തിനും 3 ലോകത്തിനും ആധിക്യം ഇതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അതുകൊണ്ട് ദേവിക്ക് തന്നെ ത്രൈലോക്യാധിപത്യം എന്ന് ദേവി പാർശ്വതാഭിപ്രായം. അതായത് ദേവിക്കാണ് ഇതിലെക്കാട്ടിലും ഒക്കെ തൻ്റെ ത്രൈലോക്യത്തിലുമുള്ള പാർശ്വാഭിപ്രായം എന്ന് പറയുന്നത് ദേവിക്കാണ്, അല്ലാതെ നിങ്ങൾക്കല്ല. അവരെ എന്താണ് ദേവി പറയുന്നത്? ഈ പതിവ്രതയായ ദേവിയോട് ഇങ്ങനെ വന്ന് പറയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ദേവി ചോദിക്കുകയാണ്. ഇത് നിന്നെ ആരാണ് പറഞ്ഞു വിട്ടത്? അങ്ങനെയുള്ള ആ ശുംഭ നിശുംഭന്മാരോട് ചെന്ന് പറയുക, ഇങ്ങനെ ഒരു പതിവ്രതയായിട്ടുള്ള ഈ ജഗത്തിനെ മുഴുവനും ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല ഈ ത്രൈലോക്യത്തെ ഭരിക്കുന്നത്. ഭരിക്കുന്ന എന്നോട് വന്ന്, ഈ പതിവ്രതയായ എന്നോട് വന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടായത് എന്ന് ദേവി ചോദിക്കുകയാണ്. കിന്തുത്രയൽ പ്രതിജ്ഞാതം നിത്യാദൽ ക്രിയതേ കഥം ശ്രൂയതാത്മബുദ്ധിത്വാൽ പ്രതിജ്ഞായാകൃതാപുരാം. എന്നാൽ ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ചെയ്ത സത്യം എന്നെ വ്യാജമാക്കി ചെയ്യുന്നു. പണ്ട് ബുദ്ധിക്കുറവ് നിമിത്തം ഞാൻ ചെയ്ത സത്യത്തെ കേട്ടാലും
എന്നാൽ ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ചെയ്ത സത്യം എങ്ങനെ വ്യാജമാക്കി ചെയ്യുന്നു? പണ്ട് ബുദ്ധിക്കുറവ് നിമിത്തം ഞാൻ ചെയ്ത സത്യത്തെ കേട്ടാലും എന്ന് പറയുകയാണ്. യോ മാം ജഗയതി സംഗ്രാമേ യോ മേ ദർപ്പം വ്യഹോഹതി യോ മേ പ്രതിബലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി. യുദ്ധത്തിൽ എന്നെ ആര് ജയിക്കുന്നുവോ, എന്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നുവോ, ലോകത്തിൽ എനിക്ക് തുല്യബലനായി ആര് ഭവിക്കുന്നുവോ, അവൻ എന്റെ ഭർത്താവായി തീരും. അപ്പോ ദേവി പറഞ്ഞത് എന്തായിരുന്നു? യുദ്ധത്തിൽ എന്നെ ആര് ജയിക്കുന്നോ, യുദ്ധം ചെയ്യുമ്പോൾ ദേവിയെ ആര് ജയിക്കുന്നുവോ, എന്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നോ, ഈ ദേവിയായ ഭദ്രകാളിയായ എന്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നുവോ, ലോകത്തിൽ എനിക്ക് തുല്യബലനായി ആര് ഭവിക്കുന്നുവോ, തുല്യബലനായിട്ട് ആര് ഭവിക്കുന്നുവോ അവൻ മാത്രമേ എന്റെ ഭർത്താവായി തീരുകയുള്ളൂ എന്നുള്ളത്. അപ്പം ദേവീനെ അങ്ങനെ ജയിച്ചുകൊണ്ടാണ് ദേവീനെ തന്റെ ഭർത്താവ് സ്വന്തമാക്കിയത് എന്നാണ് ദേവി ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവനാണ് കാരണം പാർവതി ദേവിയുടെ ഭർത്താവാണ് പരമശിവൻ എന്ന് പറയുന്നത്. അപ്പം പാർവതി ദേവിയിൽ നിന്നുണ്ടായതാണ് ദേവി എന്ന് പറയുന്നത്, ഭദ്രകാളി ദേവി എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രകാളി ദേവി പറയാണ്, യുദ്ധത്തിൽ ആരാണോ എന്നെ ജയിക്കുന്നത്, എന്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നുണ്ടോ, ലോകത്തിൽ എനിക്ക് ബലനായി ആര് ഭവിക്കുന്നുണ്ടോ, എനിക്കും അതേ തുല്യബലത്തിൽ ആര് ഭവിക്കുന്നുണ്ടോ അവൻ മാത്രമേ എന്റെ ഭർത്താവായി തീരുകയുള്ളൂ എന്നാണ് ദേവി ഇവിടെ പറയുന്നത്. തഥാഗച്ഛതു നിശുംഭോ വാ മഹാസുരഃ മാം ജിത്വാ കിഞ്ചിരേണാത്ര പാണിം ഗൃഹണാതു മേ ലഘു. അതുകൊണ്ട് അസുരശ്രേഷ്ഠനായ ശുംഭനോ നിശുംഭനോ ഇവിടെ വന്ന് എന്നെ ജയിച്ച് വേഗത്തിൽ എന്റെ പാണിഗ്രഹണം ചെയ്യട്ടെ. ഈ കാര്യത്തിൽ കാലതാമസം കൊണ്ട് ഫലമെന്ത്? അപ്പൊ ദേവി പറയാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, നീ ചെന്ന് അവരോട് പറയൂ, ഈ ശുംഭനോട് നിശുംഭനോടും പറയൂ, എന്നോട് വന്ന് യുദ്ധത്തിൽ ജയിച്ചിട്ട് എന്നെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ദേവി പറയുകയാണ്. ദൂത ഉവാചഹാം അവിലിപ്താ സഹസീമൈവം ത്വം ദേവി ബ്രൂവി മമാഗ്രതഃ ത്രൈലോകേ കഃ പുമാൻസ്തിഷ്ഠദ്രഗ്രേ ശുംഭ നിശുംഭയോഃ. അല്ലയോ ദേവി, നീ ഗർവത്തോട് കൂടിയവളായി ഭവിക്കുന്നു. ഇങ്ങനെ എന്റെ മുമ്പിൽ പറയരുത്. 3 ലോകത്തിലും ശുംഭ നിശുംഭന്മാരുടെ മുന്നിൽ ഏതൊരു പുരുഷന് യുദ്ധത്തിനായി എതിർത്തു നിൽക്കും? അപ്പം പറയണ്, അല്ലയോ ദേവി, നീ ഗർവത്തോടെ എങ്ങനെയൊന്നും പറയല്ല. ഈ ലോകത്തിൽ തന്നെ ആരാണ് ശുംഭ നിശുംഭന്മാരോട് ഈ 3 ലോകത്തിലും എതിർത്ത് നിൽക്കുന്നത്? അത് നിന്നെ പോലൊരു സാധാരണ സ്ത്രീ എതിർത്ത് നിന്ന് കഴിഞ്ഞാലൊന്നും അവര് ജയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അന്യേഷാം അഭിദൈത്യാനാം സർവേ ദേവാന വൈയുതി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുനഃ സ്ത്രീത്വമേകികാം. അല്ലയോ ദേവി, ശുംഭനിശുംഭന്മാരുടെ എന്നല്ല മറ്റുള്ള ധൂമ്രലോചന പ്രകൃതികളുടെയും യുദ്ധത്തിൽ പോലും ദേവന്മാരാലും നേരെ നിൽക്കുകയില്ല. പിന്നെ ഏകാഗ്നി അബലയായിരിക്കുന്ന നിശുംഭ നിശുംഭന്മാരുടെ നേരെ നിൽക്കുന്നതിന് ആണെന്ന് പറയണമെന്നില്ലല്ലോ. അപ്പം ദേവിയോട് പറയുകയാണ്, അല്ലയോ ദേവി, ശുംഭനിശുംഭന്മാരുടെ എന്നല്ല മറ്റുള്ള ധൂമ്രലോചന പ്രകൃതികളുടെ യുദ്ധത്തിൽ പോലും ദേവന്മാരാരും നേരെ നിൽക്കുകയില്ല. ധൂമ്രലോചന്മാരുടെ ആ യുദ്ധത്തിൽ പോലും ദേവന്മാരൊന്നും നേരെ നിൽക്കില്ല. എന്നിട്ടാണോ ഈ ശുംഭനിശുംഭന്മാർ, അതായത് ശുംഭനിശുംഭന്മാരെ ദേവന്മാർക്ക് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ നിസ്സാരയായിട്ടുള്ള അബലയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള നീ ശുംഭനിശുംഭന്മാരെ നിഗ്രഹിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇന്ദ്രാദ്യാഹ സകല ദേവാസ്തത സുരേഷാന്ന സംയുഗേ ശുംഭാദീനാം കഥം തേഷാ സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. അല്ലയോ ദേവി, ആ ശുംഭാദികളുടെ യുദ്ധത്തിൽ ദേവേന്ദ്രൻ മുതലായ ദേവന്മാരും എതിർത്ത് നിന്നില്ല. അബലയായ നീ ആ ശുംഭനിശുംഭന്മാരുടെ നേരെ എങ്ങനെ എതിർത്തു നിൽക്കുന്നു? അപ്പോ ദേവിയോട് ചോദിക്കുകയാണ്, ആ ശുംഭനിശുംഭന്മാരുടെ അടുത്ത് യുദ്ധത്തിൽ പോലും ദേവേന്ദ്രൻ പോലും എതിർത്ത് നിന്നിട്ട് ദേവേന്ദ്രന് പോലും എന്ത് കഴിഞ്ഞില്ല, ആ ശുംഭനിശുംഭന്മാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ അബലയായിട്ടുള്ള ദേവിയായിട്ടുള്ള നീ, ഒരു സ്ത്രീ ആയിട്ടുള്ള നീ എങ്ങനെയാണ് ആ ദുഷ്ടന്മാരായ ആ ശുംഭനിശുംഭന്മാരെ തോൽപ്പിക്കുന്നത് എന്നാണ് ദേവിയോട് ചോദിക്കുന്നത്. സാത്വം ഗച്ഛ മയൈവോക്താ പാർശ്വം ശുംഭനിശുംഭയോഃ കേശാകർഷണ നിർദൂത ഗൗരവാമാഗമിഷ്യസി.
ഹേ ദേവി, എന്റെ വാക്കിനാൽ നീ ശുംഭനിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ച് മാനം കെട്ടവളായി ഭവിച്ചിട്ട് ഗമിക്കരുത്. അപ്പം ഹേ ദേവി, നീ എന്താ എന്റെ വാക്കിനാൽ ശുംഭനിശുംഭന്മാരുടെ സമീപത്തിലേക്ക് വന്നാലും എന്നിട്ട് എന്താണ് നിന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചിട്ട് മാനം കെട്ടവളായിട്ട് നിനക്ക് മടങ്ങേണ്ട ഗതി വരരുത് എന്നാണ് ഇങ്ങനെ ഈ ദൂതൻ പറയുന്നത്. ദേവി വാച ഏവമേതൽ ബലി ശുംഭോ നിശുംഭാച്ചാതിവീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാ പുരാം. ശുംഭനും നിശുംഭനും ബലമുള്ളവനും അതിപരാക്രമിയും ആകുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഞാൻ ആലോചിക്കാതെ പണ്ട് പ്രതിജ്ഞ ചെയ്തു പോയി. ഇപ്പോൾ എന്തു ചെയ്യുന്നു? പണ്ട് ആലോചിക്കാതെ പെട്ടെന്ന് പ്രതിജ്ഞ ചെയ്തത് അത് ബലി കഴിക്കേണ്ട കാര്യം തുച്ഛമാകൊണ്ട് അതിനെക്കുറിച്ച് മുൻകൂട്ടി ആലോചിക്കണം എന്നില്ലാത്തത് നിമിത്തമാകുന്നു. പണ്ട് ഞാൻ ആലോചിച്ചില്ല, എങ്കിലും ദേവിയായ എന്റെ പ്രതിജ്ഞ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധമല്ലാതെ പിന്നെ എന്തു ചെയ്യുന്നു? യുദ്ധം തന്നെ ചെയ്യാം. അപ്പം യുദ്ധമല്ലാതെ ഞാൻ ഒന്നും തന്നെ ചെയ്യുകയില്ല. യുദ്ധം ചെയ്തിട്ട് തീരുമാനിക്കാം. അതിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എന്നെ സ്വന്തമാക്കാന്ന് പറയും. ഇല്ല, തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ മരണം വരിക്കണം. അപ്പൊ യുദ്ധമല്ലാതെ വേറെ വഴിയില്ല. യുദ്ധം ചെയ്യാനായിട്ട് ആ ശുംഭനിശുംഭന്മാരെ കൊണ്ടുവരിക എന്നാണ് ഈ ദൂതനോട് പറയുന്നത്. സത്വം ഗച്ഛ മയൈവോക്തം യദേ തൽ സർവമാദൃതഃ തദാ പക്ഷാഃ സുരേന്ദ്രായ സാജയുക്തം കരോതുയൽ. ഹേ ദൂത, നീ പോയി ഞാൻ പറഞ്ഞത് മുഴുവനും കൂടുതൽ കുറവ് കൂടാതെ ശുംഭാസുരനോട് പറയണം. ആ ശുംഭാസുരനും യുക്തം പോലെ ചെയ്യട്ടെ. അല്ലയോ ദൂത, സദൃശ്യം പോലെ പറയുന്ന നീ നിജസ്ഥാനത്തെ പ്രാപിച്ചാലും ഞാൻ പ്രതിജ്ഞ മുതലായ യാതൊന്നിനെ പറഞ്ഞുവോ അതെല്ലാം കുറവും കൂടുതലും കൂടാതെ ശുംഭാസുരനോട് പറയണം. അവനും ഉചിതം പോലെയോ അനുചിതം പോലെയോ ചെയ്യട്ടെ. അപ്പം ദേവി പറയുകയാണ്, നിശുംഭന്മാരോട് നീ ചെന്ന് പറയുക, യുദ്ധത്തിനായിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറയുക, എന്നിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരാൻ പറയുക എന്ന് പറയുകയാണ്. സത്വം ഗച്ഛ കരോതുയൽ സ്വാഹ. ഇത് ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ ദേവി ദൂത സംവാദോ നാമ പഞ്ചമോऽധ്യായഃ. ഓം സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. അപ്പോ ദേവി മഹാത്മ്യത്തിലെ 5-ാം അധ്യായമാണ് ഇവിടെ അവസാനിച്ചത്. അങ്ങനെ ദുഷ്ടന്മാരായിട്ടുള്ള ശുംഭനിശുംഭന്മാരെ യുദ്ധത്തിനായിട്ട് ദേവി വിളിക്കുകയാണ്. അടുത്തത് നമുക്ക് വായിക്കാൻ വരുന്നത് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂമ്രലോചന വധമാണ്. അതും കൂടെ വായിക്കാം കേട്ടോ. ഋഷിരുവാച ഇത്യാകർണ്യവചോ ദേവ്യാ സദൂതോ മഹർഷപൂരിതഃ സമാചഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരാൽ. ആ ദൂതൻ ഇപ്രകാരം ദേവിയുടെ വാക്കുകൾ കേട്ട് കോപത്തോടുകൂടി ശുംഭാസുരന്റെ അടുക്കൽ ചെന്ന് അതെല്ലാം അവനോട് വിസ്താരമായി പറഞ്ഞു. അങ്ങനെ ആ ദൂതൻ എന്ത് ചെയ്യാണ്? ദേവിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് വളരെ ക്രൂര ദേഷ്യത്തോടെ ചെന്നിട്ട് ആ ശുംഭനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. തസ്യ ദൂതസ്യ തദ്വാഗ്യാമാകർണ്യാസുരരാർത്തതഃ സക്രോധഃ പ്രാഹ ദൈത്യാനാം അധിപം ധൂമ്രലോചനം. അസുര രാജാവായ ശുംഭൻ ആ ദൂതന്റെ വാക്ക് കേട്ടതിന് ശേഷം കോപത്തോടുകൂടി അസുര സേനാധിപതിയായ ധൂമ്രലോചനനോട് പറഞ്ഞു, ദേവിയെ ജയിക്കുന്നതിന് ഉദ്യുക്തനായി ഭവിച്ചാലും എന്ന ദൂതവചനം കേട്ട് ദേവിയെ കൊണ്ടുവരുന്നതിനായി ശുംഭൻ ധൂമ്രലോചനെ അയക്കുന്നു. അങ്ങനെ ഇത് കേട്ട ഉടനെ ഈ ശുംഭൻ ഇങ്ങനെ വളരെ കോപിഷ്ഠനാവുകയും എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തന്റെ ദൂതനായിട്ടുള്ള ധൂമ്രലോചനൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള അസുരനെ ദേവിയുടെ സമീപത്തേക്ക് അയക്കുകയാണ്. ഹേ ധൂമ്രലോചനാശുത്വം സ്വസ്ത്യൈനാപരിവാരിതഃ താമാനയ ബലാ ദുഷ്ടാം കേശാകർഷണ വിഹ്വലാം. അല്ലയോ ധൂമ്രലോചന, നീ നിന്റെ സൈന്യത്തോടു കൂടി ആ ദുഷ്ടയെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ച് വിവശയാക്കി വേഗത്തിൽ ബലാൽക്കാരേണ എന്റെ സമീപത്തിൽ കൊണ്ടുപോരുക. എന്നിട്ട് ഈ ധൂമ്രലോചനോട് ആ ദുഷ്ടനായ ശുംഭൻ പറയുകയാണ്, അല്ലയോ ധൂമ്രലോചന, നീ എന്റെ സൈന്യത്തോടു കൂടി പോയിട്ട് ആ ദുഷ്ടയെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചിട്ട് വിവശയാക്കിയിട്ട് വേഗത്തിൽ തന്നെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. പരിത്രാണദാഹ കശ്യദ്യാദി വോത്തിഷ്ഠതേ പരഃ സഹന്തവ്യോ ഫമരോഫാപി യക്ഷോ ഗന്ധർവ ഏവവാം. എടാ ധൂമ്രലോചന, അവളെ രക്ഷിക്കുന്നതിന് അന്യനായ ഒരുത്തൻ ഉദ്യമിക്കുന്നു എങ്കിൽ അവൻ ദേവനോ യക്ഷനോ ഗന്ധർവൻ തന്നെയോ ആരായാലും നിന്നാൽ വധിക്കപ്പെടുവാൻ യോഗ്യനാകുന്നു.
എന്നിട്ട് ഈ ദേവീനെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ദേവിയെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവനെയും എന്ത് ചെയ്യണം, അവൻ യക്ഷനോ ദേവനോ ഗന്ധർവനോ ആരായാലും ശരി തന്നെ നിന്നാൽ ധൂമ്രലോചനാൽ വധിക്കണം എന്ന് പറയുകയാണ് ധൂമ്രലോചനോട്. ഋഷിരുവാച തേനോ ജ്ഞാപസ്തതഃ ശീക്രം സ ദൈത്യ ധൂമ്രലോചനഃ ധൃതഷ്ട്യാ സഹസ്രാണാം അസുരാണാം ധൃതം യയൗ. അനന്തരം ശുംഭാസുരനാൽ നിയോഗിക്കപ്പെട്ട ആ ധൂമ്രലോചനൻ എന്ന അസുരൻ 60,000 അസുരന്മാരോടുകൂടി പോയി. എന്നിട്ട് ഈ ധൂമ്രലോചനൻ എന്ത് ചെയ്യണം, 60,000 അസുരന്മാരോടുകൂടി ആ ദേവിയുടെ സമീപത്തേക്ക് പോവുകയാണ്. സദൃഷ്ടാ തതോ ദേവീം തുഹിനാചല സംസ്ഥിതാം ജഗാദോച്ചൈഹ പ്രയാഹീതി മൂലം ശുംഭ നിശുംഭയോ. അനന്തരം ആ ധൂമ്രലോചനൻ ഹിമാചലവാസിനിയായ ആ ദേവിയെ കണ്ടിട്ട് ശുംഭനിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. എന്നിട്ട് അനന്തരം എന്ത് ചെയ്യണം, ആ ധൂമ്രലോചനൻ ഹിമാചലവാസിനിയായ ദേവിയെ കണ്ടിട്ട് ശുംഭനിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും നീ ശുംഭനിശുംഭന്മാരുടെ കൂടെ വന്നാലും എന്ന് ദേവിയോട്, ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വന്നാലും എന്ന് ദേവിയോട് പറയുകയാണ്. ചേൽ പ്രീത്യാദ്യാ സ്വവതി മൽഭർത്താരമുപിഷ്യതി തതോ ബലായന്യാമിന്ദ്യ കേശാകർഷണ വിഹ്വലാം. അലോ ദേവി, നീ ഇന്ന് സന്തോഷത്തോടു കൂടി എന്റെ സ്വാമിയായ ശുംഭന്റെ സമീപത്തെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ബലാത്കാരമായി നിന്റെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ച് പരവശയാക്കി കൊണ്ടുപോകും. അപ്പൊ പറയണ, അല്ലയോ ദേവി, നീ സന്തോഷത്തോടു കൂടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ ആ ശുംഭന്റെ അടുത്തേക്ക്, ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. ദേവിവാച ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃതഃ ബലാന്നയസി മാമേവം തതഃ കിം തേ കരോമ്യഹം. എടോ ധൂമ്രലോചന, സാമർഥ്യത്തോടു കൂടിയവനായി സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായി ശുംഭാസുരനാൽ അയക്കപ്പെട്ടവനായി ഇരിക്കുന്ന നീ ബലാത്കാരമായി ഇപ്രകാരം എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ നിന്നോട് എന്തു ചെയ്യും? അപ്പൊ അലയോ ധൂമ്രലോചന, നീ വീര്യമുള്ളവനും സൈന്യത്താൽ ചുറ്റപ്പെട്ടവനുമല്ലേ? അങ്ങനെ സൈന്യത്താൽ ചുറ്റപ്പെട്ടിട്ട് നീ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നത്? ഇങ്ങനെ ബലാത്കാരനെ അബലയായിട്ടുള്ള എന്നെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു എങ്കിൽ ഞാൻ നിന്നോട് എന്ത് ചെയ്യും? ഞാൻ സ്ത്രീ ആകൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യുന്നതിന് അസമർത്ഥയാകുന്നു. അപ്പൊ ദേവി ഇങ്ങനെ കളിയായിട്ട് പറയുകയാണല്ലേ, അയ്യോ നീ ഇത്രയും എന്താ പറയാ, ഇത്രയും സൈന്യത്തോടൊക്കെ ചുറ്റപ്പെട്ട് വന്നിരിക്കുകയാണല്ലോ, നീ അബലയായിട്ടുള്ള എൻ്റെ മുടിക്കൊക്കെ ചുറ്റിപ്പിടിച്ച് കൊണ്ടുപോയാൽ ഞാൻ ഈ അബലയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? നിനക്കാണെങ്കിൽ ഒരുപാട് സൈന്യങ്ങളും ഉണ്ട് എന്നിങ്ങനെ ദേവി പറയുകയാണ്. ഋഷിരുവാച ഇത്യുക്താ സോപദിദ്യാത്മത്താമസുരോ ധൂമ്രലോചനഃ ഹുങ്കാരേണ വ്യതം ഭസ്മ സാചകാരാംബികാ തഥാ. ഇപ്രകാരം ദേവിയുടെ വാക്കുകൾ കേട്ടിട്ട് ആ ധൂമ്രലോചനൻ ആ ദേവിയുടെ നേർക്ക് വേഗത്തിലോടി. അനന്തരം ദേവി അവന്റെ ഹുങ്കാരം കൊണ്ട് തന്നെ ഭസ്മമാക്കി കളഞ്ഞു. അപ്പം ദേവി എന്ത് ചെയ്യുകയാണ്, അവൻ ഇത്രയും പറഞ്ഞിട്ട് ദേവിയുടെ നേർക്ക് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്യണം, ദേവിയുടെ ഒരു ഹുങ്കാരം കൊണ്ട് തന്നെ ഒന്ന് ഊതിയതേ ഉള്ള ദേവി, ആ ഊതലിൽ തന്നെ അവൻ എന്ത് ചെയ്യണം, ഭസ്മമായി പോവുകയാണ്, ഭസ്മമായി മരിച്ചു പോവുകയാണ്. അത ക്രുദ്ധം മഹാസൈന്യം അസുരാണാം തഥാംബിക വവർഷ സായേക തീഷ്ണസ്തദാ ശക്തി പരാശ്വതൈ. അനന്തരം ദേവി അപ്രകാരം കോപിച്ച അസുര മഹാസൈന്യത്തിൽ മൂർച്ചയുള്ള ശരങ്ങൾ, വേലുകൾ, കോടാലികൾ ഇവയെ വർഷിച്ചു. എന്നിട്ട് ദേവി എന്ത് ചെയ്യണം, ആ അസുര സൈന്യത്തിന് മൂർച്ചയുള്ള ശരങ്ങളും വേലുകളും കോടാലികളും ഒക്കെ വർഷിക്കുകയാണ്. അസുര സൈന്യത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവി വർഷിക്കുകയാണ്. തദോദുത സടഹ കോപാൽ കൃത്വാനാദം സുരേ സുഭൈരവം പപാദാസുരസേനായാം സിംഹോ ദേവ്യാഹ സ്വവാഹനഃ. അനന്തരം കോപം മൂലം ഇളകപ്പെട്ട സ്കന്ധരോമങ്ങളോട് കൂടിയ ദേവീവാഹനമായ സിംഹം അതിഭയങ്കരമായ ഖഡ്ഗഗർജത്തെ ചെയ്തിട്ട് അസുര സൈന്യത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ദേവി അയക്കപ്പെട്ട ആ സൈന്യമായിട്ടുള്ള ആ സിംഹവാഹനത്തിനെ ആ ദുഷ്ടന്മാരായ അസുരന്മാരുടെ നേർക്ക് അയക്കുകയാണ്. കാചിൽ കരപ്രഹാരേണ ദൈത്യാനാസേന ചാപരാൻ ആക്രാന്ത്യ ചാദരണേന്യാൻ ജഗാനാസാ മഹാസുരാൻ. ആ സിംഹം ചില അസുരന്മാരെ കൈകൊണ്ടുള്ള അടികൊണ്ടും മറ്റു ചിലരെ മുഖം കൊണ്ടും വേറെ ചില മഹാസുരന്മാരെ ആക്രമണം കൊണ്ടും അധരോഷ്ട്രം കൊണ്ടും നിഗ്രഹിച്ചു. അങ്ങനെ ആ സിംഹം എന്ത് ചെയ്യണം, ഈ അസുരന്മാരെയെല്ലാം ആ കൈകൾ കൊണ്ടൊക്കെ അങ്ങനെയെല്ലാം വധിക്കുകയാണ്. അതിക്രൂരമായിട്ട് ഈ സിംഹം, ദേവിയുടെ വാഹനമായ സിംഹം ആ ദുഷ്ടനായ അസുരന്മാരെ വധിക്കുകയാണ്. കേശാഞ്ചിൽ പാടയാമാസ നഗൈകാ കോഷ്ടാനി കേസരി തഥാ തലപ്രഹാരേണ ശിരാംസി കൃതവാൻ പൃഥക്.
ആ സിംഹം ചില അസുരന്മാരുടെ ജഡാന്തർഭാഗങ്ങളെ നഖങ്ങൾ കൊണ്ട് കീറിയും അതുപോലെ കരതലങ്ങൾ കൊണ്ടുള്ള അടി കൊണ്ട് മറ്റു ചിലരുടെ ശിരസ്സുകളെ വേറെയാക്കുകയും ചെയ്തു. എന്നിട്ട് ആ സിംഹം എന്ത് ചെയ്യുകയാണ്? അസുരന്മാരുടെ ജഡാന്തർഭാഗങ്ങളെ നഖങ്ങൾ കൊണ്ട് കീറുകയും അതുപോലെ തന്നെ കരതലങ്ങൾ കൊണ്ടുള്ള അടി കൊണ്ട് ചിലരുടെ ശിരസ്സുകളെ വേർപെടുത്തുകയും ചെയ്യുകയാണ്. വിച്ഛിന്ന ബാഹുശിരസഃ കൃത്താസ്തേന തഥാപരേ പവൗചാരുതിരം കോഷ്ടാദന്യേഷാദൂതകേസരാം. ശൗര്യവാനായ ആ സിംഹം ശത്രുക്കളായിരിക്കുന്ന മറ്റു ചില അസുരന്മാരുടെ കൈകളും തലകളും മുറിച്ചു. അവൻ സ്കന്ധരോമങ്ങളെ ഇളക്കിക്കൊണ്ട് വേറെ ചില അസുരന്മാരുടെ വയറു കീറി ചോര കുടിക്കുകയും ചെയ്തു. അങ്ങനെ അതിക്രൂരമായിട്ട് ആ സിംഹവാഹനം ആ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം വധിക്കുകയാണ്. ക്ഷണേന തൽബലം സർവം ക്ഷയം നീതിം മഹാത്മനാ തേന കേസരിണാം ദേവ്യാ വാഹനേനാതികോപിനാം. ദേവീ വാഹനമായി അതികോപത്തോടു കൂടിയവനായി മഹാത്മാവായി ഇരിക്കുന്ന ആ സിംഹം അല്പസമയം കൊണ്ട് ധൂമ്രലോചനന്റെ ആ സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു. അങ്ങനെ ദേവീ വാഹനമായിട്ടുള്ള ആ സിംഹം തന്നെ അല്പസമയം കൊണ്ട് ആ ദുഷ്ടന്മാരായ ദൈത്യന്മാരെ, ആ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം നശിപ്പിക്കുകയാണ്. ശ്രുത്വാ തമാസുരം ദേവ്യ നിഹതം ധൂമ്രലോചനം ബലഞ്ച ശൈതം കൃഷ്ണം ദേവീ കേസരിണോ തതഹാം ചുഗോപാദൈത്യാധിപതിഃ ശുംഭപ്രസ്തുഃപുരിതാർദരഃ ആജ്ഞാപയാമാസ ചാസ്തൗ ചണ്ഡമുണ്ഡൗ മഹാസുരൗ. ദേവി ആ ധൂമ്രലോചനൻ എന്ന അസുരനെ നിഹനിച്ചു എന്നും ദേവീ വാഹനമായ സിംഹം അവന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നും കേട്ട് ദൈത്യരാജാവായ ശുംഭൻ കോപം നിമിത്തം ഇളകപ്പെട്ട അതരത്തോടു കൂടിയവനായിട്ട് ചണ്ഡമുണ്ടന്മാരോട് ആജ്ഞാപിച്ചു. അങ്ങനെ ആ ദേവീ വാഹനമായിട്ടുള്ള സിംഹം തന്റെ ദൈത്യന്മാരായ അസുരന്മാരെയും അതുപോലെ തന്നെ ദേവി ആ ധൂമ്രലോചനയും ഭസ്മമാക്കിയ കാര്യം അറിഞ്ഞുകൊണ്ട് ആ ദുഷ്ടനായിട്ടുള്ള ശുംഭൻ ഇങ്ങനെ തന്റെ ചണ്ഡമുണ്ടന്മാരെന്ന് പറയുന്ന ആ സൈന്യത്തിലുള്ള ചണ്ഡമുണ്ടന്മാരെന്ന് പറയുന്ന ദുഷ്ടന്മാരോട് ആജ്ഞാപിക്കുകയാണ്. ഹേ ചണ്ഡ ഹേ മുണ്ട ബലേർബഹുവിഹാ പാരിവാരിദൗ തത്ര ഗച്ഛത ഗത്വാ ച സാ സമാനീയതാം ലഘു. എടോ ചണ്ഡ, എടോ മുണ്ട, നിങ്ങൾ അനേകം സൈന്യങ്ങളോട് കൂടി അവിടെ ചെന്ന് അവളെ വേഗത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈ ചണ്ടമുണ്ടന്മാരോട് പറയടാ, ചണ്ട മുണ്ട, നീ അനേകം സൈന്യങ്ങളോടുകൂടി ചേർന്നിട്ട് അവളെ വേഗത്തിൽ ഇവിടെ പിടിച്ചുകൊണ്ടുവരണം എന്ന് പറയുകയാണ്. കേശാകൃഷ്യാബദ്ധ്വായതിഹാ സംശയോ യുധി തദാശേയായുധൈഹ സർവൈരൈസുരൈർ വിനിഹന്യതാം. നിങ്ങൾ അവളെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചോ കയറുകൊണ്ട് കെട്ടിയോ കൊണ്ടുപോരണം. യുദ്ധത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എല്ലാ അസുരന്മാരും കൂടി സർവായുധങ്ങളും പ്രയോഗിച്ച് അവളെ നിഹനിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തലമുടിക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ ഇവിടെ വലിച്ചഴിച്ച് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അവൾ വരുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസുരന്മാരും സർവായുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട്, അസുരന്മാരോടുകൂടി സർവായുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് അവളെ നിഹനിക്കണം, അവളെ വധിക്കണം എന്ന് പറയുകയാണ്. തസ്യാഹദായം ദുഷ്ടായാം സിംഹേ ചാവിനിപാതിതേ ശീഘ്രമാഗമ്യതാം ബന്ധ്വാ ഗൃഹീത്വാ താമദംബികാം. നിങ്ങൾ ദുഷ്ടയായിരിക്കുന്ന ആ ദേവിയെ ഹനിക്കുകയും സിംഹത്തെ പതിപ്പിക്കുകയും ചെയ്തിട്ട് ആ ദേവിയെ ഗ്രഹിച്ചിട്ടോ ബന്ധിച്ചിട്ടോ വേഗത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ദുഷ്ടയായിരിക്കുന്ന ആ ദേവിയെ ഹനിക്കുകയും സിംഹത്തെ പതിപ്പിക്കുകയും ചെയ്തിട്ട് ആ ദേവിയെ ഗ്രഹിച്ചിട്ടോ ബന്ധിച്ചിട്ടോ എങ്ങനെ ആയാലും വേണ്ടൂല, വേഗത്തിൽ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. ഇത് ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ധൂമ്രലോചനവധോ നാമ ഷഷ്ടോപധ്യായഃ. അങ്ങനെ ധൂമ്രലോചന വധവും അവസാനിക്കുകയാണ്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാട്ടോ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നെടുവേലി, റംഷി, ദിവ്യ, ധനേഷ്, ധനു, അഭിരാമു, ഷൗഫി, കറക്റ്റൽ, ശ്രീരൂപ്, മാളും, മിഥുൻ, സുഗീഷ്, അനന്ത്, പ്രകാശ്, കൽവാണി, അർജുൻ, ബാലകൃഷ്ണൻ, ക്രൈസി, ഐക്കില്ലർ, ബാലകൃഷ്ണൻ, രാഖി, ശ്രീലാൽ, ഏഞ്ചൽ, റിയ, ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നോക്കിനി അടുത്ത ഇതെന്ന് പറയുന്നത് 7-ാം അധ്യായമാണ് ചണ്ഡമുണ്ടവധം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ജയ ശ്രീ രാധേ രാധേ.